കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം ഉയർത്തി മാനിച്ച ദൈവസഭയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോയിച്ചാൻ, ദൈവദാസന്മാർ എല്ലാവരോടും ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ ഹൃദയ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യം ഈ രാജ്യത്ത് ഞാൻ സാധാരണ ഒരു സ്ഥലത്ത് 3 ദിവസങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, കർത്താവിൻ്റെ ദാസൻ എന്നെ ക്ഷണിച്ചു എന്നറിയിച്ചപ്പോൾ സന്തോഷം തോന്നി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഞാൻ ജനിച്ചു വളർന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിലാണ്. എന്നാൽ ശുശ്രൂഷയുടെ പല ആവശ്യങ്ങളും പല ഘട്ടങ്ങളും യാത്രകളും ഒക്കെയായി പല രീതിയിലുള്ള ശുശ്രൂഷ വിഭാഗങ്ങളിലേക്ക് നാം പോകാറുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ IPC പ്രസ്ഥാനത്തോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ്റെ സഭയിൽ ഞാൻ ഓർപ്പിച്ചു, എൻ്റെ പിതാവ് പാസ്റ്ററായിരിക്കുമ്പോൾ ഞാനാണ് 5 സെൻറ്റ് ജോൺസ് കോളേജിലാണ് പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചത്. അന്ന് തൊട്ടേ കുടുംബങ്ങളോടും അവരുടെ പാസ്റ്ററുടെ സഹോദരിയുടെ മക്കളൊക്കെ എന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പ്രിയ ജേക്കബ് ജോർജ് പാസ്റ്റർ, തൻ്റെ സഹോദരൻ, ഞങ്ങൾ ഒരുമിച്ച് ഒക്ലഹോമയിലുണ്ട്, ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും പലരെയും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വളരെ സന്തോഷം നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതിൽ. കർത്താവിൻ്റെ ദാസൻ്റെ മകളും കുടുംബവും വളരെ ഉത്സാഹത്തോടെ ഞാൻ പാർക്കുന്ന ബാംഗ്ലൂർ പട്ടണത്തിലും ദൈവത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നതും ആ സഭയുടെ വളർച്ചയൊക്കെ കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് അല്പസമയം തിരുവചനം ധ്യാനിക്കാം. ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന തിരുവചനം 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 3. നമുക്കെല്ലാവർക്കും അത് അല്പസമയം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടതിൽ സന്തോഷം. അവർക്കും ഈ വചനം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 3. ആരെങ്കിലും ഒരാളെ ശബ്ദമുയർത്തി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മതി. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ സ്പെസിഫിക്കലി ഈസ് ഫോക്കസിങ് ഓൺ ടിമോത്തി ആൻഡ് ഈസ് ആസ്കിങ് ടു ഐ ആം എക്സ്റ്റെൻഡിങ് ആൻ ഇൻവിറ്റേഷൻ യു ടു ബിക്കം എ സോൾജർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനായിരിക്കുവാൻ വേണ്ടി ഞാൻ നിനക്കൊരു ഇൻവിറ്റേഷൻ തരാൻ പോവുകയാണ്. പക്ഷേ ആ ഇൻവിറ്റേഷൻ നിനക്ക് തരുമ്പോൾ നിനക്ക് തരുവാൻ പോകുന്ന ബിഗ് പാക്കേജ് ആൻഡ് സാലറി റിവാർഡാണ് ഇവിടെ പറഞ്ഞത്. ക്രിസ്തുവേശുവിൻ്റെ ഭടനായി നീ എന്നോടുകൂടെ എൻഡ്യൂർ ഹാർഡ്ഷിപ്പ് വിത്ത് മീ ആസ് എ ഗുഡ് സോൾജർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനാകണമെങ്കിൽ നീ ഒത്തിരി കഷ്ടം സഹിക്കണം. ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി ക്ഷണിക്കുമ്പോൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ പടയാളിയാകത്തക്കവണ്ണമുള്ള ഒരു യോഗ്യതയും തിമോത്തിയോസിന് ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് രാവിലെ ഇവിടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവിൻ്റെ തിരുമേശയുടെ മുമ്പാകെ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. ഹൃദയത്തെ ശോധന ചെയ്യണമെന്ന് ദൈവദാസനെ ഓർപ്പിച്ചു. നാം ഒരു വാക്കിൽ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ പരിശോധിച്ചു. എന്നാലും നമ്മുടെ മനസ്സിലൊക്കെ തോന്നും ഐ എം ഓൾവേസ് ഓൾ റൈറ്റ് ആൻഡ് വർത്തി ടു പാർട്ടേക്ക് ഓഫ് ദിസ്. പക്ഷേ സത്യത്തിൽ നമ്മുടെ അയോഗ്യതയാണ് നമ്മുടെ യോഗ്യത. നാം ആരുമല്ലെന്നുള്ള തിരിച്ചറിവാണ് ദൈവസന്നിധി നമ്മളെ എന്തെങ്കിലും ആക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു ദാവീദ് രാജാവ്. വേദപുസ്തകം ഏറ്റവും കൂടുതൽ തൻ്റെ പദമാണ് ഉപയോഗിക്കുന്നത്. എന്തിനേറെ യേശുവിനെ പോലും ദാവീദിൻ്റെ പുത്രൻ എന്ന വംശാവലിയിലേക്ക് ചേർത്താണ് യേശുവിൻ്റെ ഭൂമിയിൽ കൂടെയുള്ള സിംഹാസനത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ. ആ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പഴയ ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ ഹിസ്റ്ററി ഇതാണ്. 40-ാം സംഘത്തിന് 1-ാം വാക്യം എൻ്റെ ഹിസ്റ്ററി. ഇന്ന് നിങ്ങൾ കാണുന്ന സിംഹാസനവും കിരീടവും ചെങ്കോലും ഇന്ന് കാണുന്ന ഈ അധികാരങ്ങളും രാജ്യത്വവും ആഡിത്യവും ഒക്കെ ഇതിനപ്പുറത്ത് എനിക്കൊരു പഴയ ഹിസ്റ്ററി ഉണ്ട്. ഐ വാസ് ഇൻ ദ മൈറി ക്ലേ. ഞാൻ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. ഇത് മറക്കാത്തവരായിരിക്കണം ദൈവമക്കൾ എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പഴയ ഹിസ്റ്ററി തിരക്കിയാൽ അല്ലെങ്കിൽ എനിക്കും ഉണ്ട് ചേറിൻ്റെ മണമുള്ള ഒരു പഴയ ചരിത്രം. പാപത്തിൻ്റെ ചേറിൻ്റെ മണം, പാപത്തിൻ്റെ ഗന്ധം. അവിടെ നിന്നാണ് ദൈവം എന്നെ ഉയർത്തിയിട്ട് ഹി ഇൻക്ലൈൻ ടു മീ ആൻഡ് ഹേർഡ് മൈ ക്രൈ എന്നാണ് പറയുന്നത്. എൻ്റെ നിലവിളി പോലും പറയത്തക്കവണ്ണം പ്രാഗൽഭ്യമില്ലാത്ത എനിക്ക് വേണ്ടി സ്വർഗം തലചായ്ച്ചിറങ്ങി വന്ന് ആ കുഴിയിൽ എൻ്റെ നിലവിളി കേട്ടിട്ട് അവിടുന്ന് എന്നെ ഉയർത്തി എന്നെ പാറമേൽ നിർത്തി എൻ്റെ വായിലൊരു പാട്ട് തന്നു. അതാ ഞാൻ ജീവിതകാലം മുഴുവൻ പാടുന്ന ദൈവത്തിന് സ്തുതി തന്നെ. ഇന്ന് പകൽ ഇവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞെങ്കിൽ ആ സ്തോത്രത്തിൻ്റെ പിന്നിലെ രഹസ്യം എൻ്റെ പഴയ ചരിത്രത്തെ തിരുത്തി കുറിച്ചിട്ട് എനിക്കൊരു പുത്തൻ ചരിത്രം എഴുതിയതാണ്. അത് ഹല്ലേലൂയ. ഇന്നലകളിലെ എൻ്റെ പഴയ ചേറിൻ്റെ ഗന്ധം പോലും ഇല്ലാത്ത ഒരു പാറയുടെ ആത്മീയ ഉയർച്ച എനിക്ക് തന്ന ദൈവത്തിന് സ്തോത്രം. ആ അയോഗ്യതകളാണ് നമ്മളെ എപ്പോഴും യോഗ്യതയുള്ളതാക്കി മാറ്റുന്നത്. ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയാം.
ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഐ പേഷ്യൻ്റ്ലി വെയിറ്റഡ് ഫോർ ദ ലോർഡ് എന്നാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, ദൈവദാസനെ, അങ്ങേക്ക് എത്ര ഒരു മടിയില്ല കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടി? നമ്മളൊരാൾ വരാമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ മടി തോന്നും നമുക്ക്. പ്രസംഗമൊക്കെ ദൈവദാസനേക്ക് ഇഷ്ടംപോലെ സമയം തന്നിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ ഒരു 20, 30 അല്ലെങ്കിൽ 40 മിനിറ്റിനപ്പുറത്ത് പ്രസംഗത്തിന് സമയമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ബൈബിളിൻ്റെ സിബൊക്കെ ആൾക്കാരിങ്ങനെ അടയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ വാച്ചൊക്കെ ഇങ്ങനെ കാണിച്ച് സമയമായി എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണടച്ചുകൊണ്ടങ്ങ് പ്രസംഗിക്കുക, ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. നമുക്ക് ക്ഷമയില്ല കാത്തിരിക്കാൻ. പക്ഷേ ദാവീദ് പറയാണ്, ഐ എം റെഡി ടു വെയിറ്റ് ഫോർ എനി ടൈം. എത്ര സമയം വേണേലും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് ദാവീദിനോട് ചോദിക്കാം, ദൈവദാസനെ, അങ്ങക്ക് എന്താ ഈ കാത്തിരുന്നിട്ട് ഒരു ഞരക്കോ മടുപ്പോ ഒന്നും തോന്നാത്ത? അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കൽ എനിക്ക് വേണ്ടി, അയോഗ്യനായ, യോഗ്യതയില്ലാത്ത, തള്ളപ്പെട്ട, ഒറ്റപ്പെട്ട, ആർക്കും വേണ്ടാത്ത എനിക്ക് വേണ്ടി ദൈവം കാത്തിരുന്നെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. ചരിത്രം നിങ്ങൾക്കറിയാം, കഥ പറയേണ്ട കാര്യമില്ലല്ലോ. ഇശായുടെ വീട്ടിലേക്ക് തിരഞ്ഞെടുപ്പിനായി ശമൂവേൽ തൈലക്കൊമ്പുമായി അഭിഷേക തൈലം കൊണ്ട് കടന്നു വരുമ്പോൾ മൂത്ത ജ്യേഷ്ഠന്മാരായ 7 പേരും സഹോദരിമാരും ഉള്ള ആ കുടുംബത്തിൽ, ഹല്ലേലൂയ, 7 പേരെയും നിരത്തി നിർത്തിയിട്ട് അപ്പൻ മിണ്ടുന്നില്ല. 7ാമത്തവൻ്റെ തലയിലും അഭിഷേകം വീഴാൻ തുടങ്ങിയിട്ടും അത് നോ പറഞ്ഞ് ദൈവം തടുക്കുമ്പോൾ അപ്പൻ പറയുന്നില്ല ഞങ്ങൾക്കൊരു കുഞ്ഞു മോനുണ്ടെന്ന്. അമ്മച്ചി പറഞ്ഞില്ല ഒരു ഇളയ മകനുണ്ടെന്ന്. സഹോദരിമാരും സഹോദരന്മാരും പറഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, കമ്മിറ്റിക്കാർ മുഴുവൻ വന്നിരിപ്പുണ്ട്, പട്ടണത്തിലെ മൂപ്പന്മാർ, അവരാരും പറഞ്ഞില്ല ഇവിടെ ഒരു കൊച്ചുമകൻ ഉണ്ടെന്ന്. 1 ശമൂവേൽ 16:10-11 വാക്യങ്ങളിൽ വിസിറ്റിംഗ് പാസ്റ്റർ അങ്ങോട്ട് കയറി ചോദിച്ചു, മക്കളെല്ലാവരും ആയോ? നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരികയാണ്, എത്ര മക്കളുണ്ട്? 2 മക്കൾ. പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട്? 2 ഉള്ളൂ, ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞിട്ട് 7 പേരുടെ വോട്ടർ ലിസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 7 പേരുടെ ആധാർ കാർഡ് നോക്കി വെച്ചിട്ട് പറയും ഇനി ഒരുത്തനും കൂടെ ഉണ്ടോ എന്ന്. അന്നേരം പറഞ്ഞ് ഒരുത്തനുണ്ട്. അവൻ എവിടെ ഉണ്ട്? ഇവിടെ ഇല്ല, കാട്ടിലാണ്. കാരണം ഈ 7 പേരുടെ കൂട്ടത്തിൽ ഇരിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അവനെ മെടുക്കനാണ്, കുഴപ്പമില്ല. പക്ഷേ അന്നേരവും കാട്ടിൽ സിംഹത്തെ കീറിയവനാണെന്ന് ഓർക്കണം. അന്നേരവും കരടിയെ കൊന്നവനാ. പക്ഷേ ഇവരുടെ നോട്ടത്തിൽ തൈലക്കൊമ്പിലെ അഭിഷേകം വീഴുവാനോ ശുശ്രൂഷയിൽ ഉയരുവാനോ ഇവന് യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ശമൂവേൽ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്, ആളയച്ച് അവനെ വരുത്തുക. ആളയച്ച് അവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്ക് രാവിലെ തൊട്ട് ചോറൊക്കെ വെന്ത് അല്ലല്ലോ എങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, കറിയൊക്കെ എല്ലാം തിളച്ച് അല്ലല്ലോ. പറയുക ഇന്നത്തെ പോലുള്ള കാലമൊന്നും അല്ലല്ലോ. മൊബൈൽ ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാറ് വിട്ട് അയക്കാൻ പറ്റത്തില്ല. കാട്ടിൽ എവിടാന്നറിയാം? യോസഫിൻ്റെ ചരിത്രം വെച്ച് നോക്കിയാൽ ശേഖേമിൽ ചെല്ലുമ്പോൾ പറയും ദോതാനി പോയെന്ന്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദാവീദ് വരുന്നത് വരെ ദൈവം കാത്തിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗം കനിഞ്ഞ് കാത്തിരുന്നെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ആയുസ് മുഴുവൻ കാത്തിരിപ്പാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറാകണം. ദൈവം എനിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ, ഒറ്റിക്കൊടുക്കപ്പെട്ടിടത്ത്, ഒറ്റപ്പെടുത്തിടത്ത്, കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിടത്ത്, എന്നെ അംഗീകരിക്കാത്തിടത്ത് എന്നെ അംഗീകരിച്ചുകൊണ്ട് ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും പിടിച്ചുയർത്തി പാറയിൽ നിർത്തി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഞാൻ ഇതിലും അധികം ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ അയോഗ്യതകളിൽ ആണ് ദൈവം നമ്മുടെ യോഗ്യത കണ്ടെത്തിയത്. ഹല്ലേലൂയ. തിമോഥെയോസിനെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാനത് സംസാരിക്കുമ്പോൾ അതൊന്ന് വിശദീകരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവിൻ്റെ നല്ല ഭടനായി കഷ്ടം അനുഭവിപ്പാൻ ക്രിസ്തുവിൻ്റെ യുദ്ധക്കളത്തിലേക്ക് സേവകനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ തന്നെ ക്ഷണിക്കുമ്പോൾ തൻ്റെ അയോഗ്യതകൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഇന്ന് രാവിലെ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ അയോഗ്യതയെ താൻ എങ്ങനെ അതിജീവിച്ചു എന്ന് പഠിക്കണം. അത് ദൈവം എങ്ങനെ അതിന് കൃപ കൊടുത്തു എന്ന് പഠിക്കണം. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. തിമോഥെയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹോണേഡ് ബൈ ഗോഡ്, ദൈവത്താൽ മാനിക്കപ്പെട്ടവനെന്നാണ്. ദൈവം ഒരാളെ മാനിച്ചെങ്കിൽ മാത്രമേ അത് മാനമായി മാറത്തുള്ളൂ. മനുഷ്യരാൽ ലഭിക്കുന്ന എല്ലാ കയ്യടിയും മാനത്തിനും ആയുസ് കുറവാണ്. കാരണം ആദരിച്ചവർ തന്നെ നമ്മെ തള്ളിപ്പറയുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആരെയെങ്കിലും ദൈവം ആദരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ദ ഗ്രേറ്റ് സക്സസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് അപ്പോസ്റ്റൽ പോൾ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷയുടെ വിജയം. ഇവിടെ ഇരിക്കുന്നതോട് ചോദിച്ചാൽ നിങ്ങൾ ചാടിക്കയറി പറയും ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനാണ്. പണ്ടാരോ പറഞ്ഞു അല്ലേ പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് എന്തോ ചെയ്തേനെ. ഒന്നും സംഭവിക്കാൻ പോകത്തില്ല, വേറെ ആരെങ്കിലും കർത്താവ് എഴുന്നേച്ചേനെ. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് അല്ലേ. അതുകൊണ്ട് അകാലപ്രജ പോലെ ഒടുവിൽ എനിക്കും ദൈവം പ്രത്യക്ഷനായെന്ന് അഭിമാനത്തോടെ പറയണമെങ്കിൽ നാം അവൈലബിൾ ആയിരുന്നു കൊണ്ട് ദൈവം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പത്രോസ് ഇല്ലെങ്കിൽ, പൗലോസ് ഇല്ലെങ്കിൽ, അപ്പൊല്ലോസ് ഇല്ലെങ്കിൽ, തീത്തോസ് ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ദൈവം കണ്ടേനെ. ഞാൻ കൈയടിച്ചില്ലെന്നോർത്തൊന്നും സ്വർഗത്തിൻ്റെ സന്തോഷം കുറയത്തില്ല.
ഞാൻ പാട്ട് പാടിയില്ലെന്ന് ഓർത്തുകൊണ്ടെന്നും ദൂതന്മാർ ചിറകടി നിർത്തത്തില്ല. ഞാൻ സ്തോത്രം പറഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരാരും നിൽക്കത്തില്ല. പക്ഷെ അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ യോഗ്യരാക്കി തീർത്തതോർത്ത് ഇന്ന് രാവിലെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഇൻ ഹിസ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഹല്ലേലൂയ 14 എഡിറ്റോ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറി. നല്ല കാര്യം. പൗലോസിനെ കൊണ്ട് ദൈവം ലേഖനങ്ങളൊക്കെ എഴുതിച്ചല്ലോ. 100 കണക്കിന് സഭകൾ വ്യക്തിപരമായി സഞ്ചരിച്ച് യാത്ര ചെയ്ത് സ്ഥാപിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. പുഴവക്കിലും വഴിവക്കിലും അരയോപ കുന്നിലും രാജാവിൻ്റെ മുമ്പിലുമൊക്കെ നിന്നുകൊണ്ട് അല്ലെ സുഗമമായി പ്രസംഗിക്കത്തക്കവണ്ണം ഭാഗ്യം ദൈവം കൊടുത്തു. വ്യക്തിപരമായ സുവിശേഷീകരണത്തോടുകൂടി അനേകരെ യേശുവിൽ ആദായപ്പെടുത്തുവാൻ ദൈവം അവന് കൃപ കൊടുത്തു. യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ സഞ്ചരിച്ച് പ്രസംഗിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ഇതൊക്കെ നല്ല സുവിശേഷത്തിൻ്റെ നല്ല റെക്കോർഡാണ്, അച്ചീവ്മെൻ്റാണ്. പക്ഷേ എനിക്കിന്ന് രാവിലെ പറയാനുള്ളത് പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയം താൻ എടുത്ത പുസ്തകത്തിന് പിന്തുടർച്ചക്കാരുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിമോത്തിയോസ് എന്ന നിജപുത്രന്മാരെ ക്രിസ്തുവിൽ വാർത്തെടുക്കുവാൻ, തീത്തോസ് എന്ന പുത്രന്മാരെ വാർത്തെടുക്കുവാൻ, തൻ്റെ ശുശ്രൂഷ കൊണ്ട് അവസാനിക്കാതെ അടുത്ത തലമുറയ്ക്ക് ശുശ്രൂഷ കൈമാറുവാൻ രാവിലെ ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, നമ്മുടെ വചനത്തിന് പിന്തുടർച്ചക്കാരുണ്ടോ? വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് മൈ മിനിസ്ട്രി ആസ് എ ചിൽഡ്രൻ മിനിസ്റ്റർ, സോ ഐ എം സോ എക്സൈറ്റഡ് ടു സീ ചിൽഡ്രൻ എവരിവെയർ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ ശുശ്രൂഷയ്ക്ക് പിന്തുടർച്ചക്കാരുണ്ടാകണം. നാം പ്രസംഗിച്ചതിലും കൂടുതൽ ഇവർ പ്രസംഗിക്കണം. നാം പാടിയതിലും കൂടുതൽ ഇവർ പാട്ട് പാടണം. നാം പ്രവചിച്ചതിലും കൂടുതൽ ഇവർ പ്രവചിക്കണം. ഹല്ലേലൂയ. എൻ്റെ സ്വപ്നം ഇതാണ്. ഹല്ലേലൂയ. എൻ്റെ ചർച്ചിൽ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. എൻ്റെ സ്വപ്നം ഹല്ലേലൂയ ഇമ്പമേറിയ മ്യൂസിക് വായിക്കും 100 കണക്കിന് കുഞ്ഞുങ്ങളുള്ള സഭയാണ്. അല്ലെങ്കിൽ വായിക്കാനും പാടാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിലും ഐ കണ്ടിന്യൂലി പ്രീച്ച് ദ ഹല്ലേലൂയ. ഐ നീഡ് ദ ചിൽഡ്രൻ ടു പ്ലേ ദ മ്യൂസിക് ആൻഡ് സിംഗ് ദ സോങ് എലോങ് വിത്ത് പ്രൊഫസി. പ്രവചിക്കുന്ന പാട്ടുകാരെ വേണം. അങ്ങനെ ബൈബിളിൽ ഉണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല ഞാൻ. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദിൻ്റെ സംഗീത സദസ്സിലെ പ്രധാനപ്പെട്ട 3 സംഗീതക്കാരുടെ പേര് പറയുന്നുണ്ട്. ദാവീദിൻ്റെ സംഗീത സദസ്സിൽ ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 25:1 ഹല്ലേലൂയ ഹാമാൻ, യെദൂദാൻ, ആസാഫ് ഇവരെല്ലാമുള്ള സംഗീത സദസ്സ്. അവിടെ എഴുതിയിരിക്കുന്നത് കിന്നരം, വീണ, കൈത്താളം കൊണ്ട് പ്രവചിക്കുന്ന സംഗീതക്കാർ. ഗിറ്റാർ കൈപ്പിടിച്ച് പ്രവചിക്കുന്ന പാട്ടുകാരെ നമുക്ക് വേണമെന്ന്. ഹല്ലേലൂയ. ഡ്രംസ് പ്ലേ ചെയ്യുമ്പോൾ പ്രവചിക്കുന്ന ഈ അന്യഭാഷയിൽ പ്രവചിക്കുന്നവരെ സഭയ്ക്കകത്ത് വേണം. ഈ കുഞ്ഞുങ്ങളെല്ലാം മോർ ദാൻ ദ ഡിഗ്രീസ് ആൻഡ് ഡോക്ടർ ഓർ ഫാർമസി വാട്ട് എവർ യു ക്യാൻ അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ്, ബട്ട് ഗോഡ് ഹാസ് എ ഡ്രീം ഫോർ യു. You need to be prophesying and hallelujah, singing and glorifying the Lord in the church more than the achievements of this world. ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളെക്കാളും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി ഇവർ വളർന്നു വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസൊക്കെ കൈസരിയയിൽ ഫിലിപ്പിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ്. വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ ഫിലിപ്പിൻ്റെ വീട്ടിൽ ചെന്നു. ഫിലിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ 7 പേരോടുകൂടി തിരഞ്ഞെടുത്ത സുവിശേഷകനായ ഫിലിപ്പോസാണ്. ആ ഫിലിപ്പോസിൽ ഒരുവനാണ്. അതുപോലെ തന്നെ 120 പേരുള്ള മാളിക മുറിയിൽ ഇരുന്ന് കൈയടിച്ച് പാടി പ്രാർത്ഥിച്ച ഫിലിപ്പോസാണ്. അവിടെ ചെന്നപ്പോൾ പ്രവചിക്കുന്ന കന്യകമാരായ പുത്രിമാരവിടെ ഉണ്ടായിരുന്നു. അയ്യോ, പൗലോസിന് ഭയങ്കര സന്തോഷമായി. വീട്ടിൽ ചെന്നപ്പോൾ പെമ്പിള്ളാർ 4 പേരോട് എന്ത് ചെയ്യുക? ദൂത് പറഞ്ഞ് പ്രവചിക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോവുകയാണ്. അന്ന് മാളിക മുറി വിളിച്ച് പത്രോസ് പാസ്റ്റർ ഒരു പ്രസംഗം പ്രസംഗിച്ചു. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലെ ഞാൻ ഒരു ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും ആ പിതാവ് 2 കൈ നീട്ടി അതങ്ങ് സ്വീകരിച്ചു. ഇന്ന് ഇവിടെ പത്രോസ് പ്രസംഗിച്ച ദൂത് എൻ്റെ കുടുംബത്തിനുള്ളതാണ്. ഹല്ലേലൂയ. എനിക്ക് തലമുറ തന്നാൽ അവർ പ്രവചിക്കണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇത് എൻ്റെ കുടുംബത്തിനുള്ള സന്ദേശമാണ്. എൻ്റെ കുഞ്ഞ് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ആത്മാവിൽ തുള്ളുന്നത് എനിക്ക് കാണണം. എൻ്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്ന കാണണം. അവരുടെ എല്ലാ മോർ ദാൻ ദ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് വി വാണ്ട് ടു എക്സ്പീരിയൻസ് ദി സ്പീക്കിംഗ് ടങ്സ്. അവർ ആത്മാവിൽ സംസാരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അതാണ് ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ഇവിടുത്തെ ഈ മണ്ണിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസം ഞാൻ കാത്തു, ഞാൻ ഓടി തികച്ചു. മർക്കോസുമാരെയും തിമോത്തിയോസുമാരെയും തീത്തോസുമാരെയും പിന്നിൽ വരുന്ന യൗവനക്കാർക്ക് ശുശ്രൂഷയുടെ കരുത്ത് കൈമാറിയ അപ്പോസ്തലൻ. അങ്ങനെ ഈ തിമോത്തിയോസിന് താൻ വാണിംഗ് കൊടുക്കുന്ന ഒത്തിരി വാണിങ്ങിൻ്റെ കൂട്ടത്തിലാണ് ഇന്ന് നാം വായിച്ച വേദഭാഗവും കടന്നു വരുന്നത്. തിമോത്തിയോസിൻ്റെ disqualification. So once God is extending an invitation to Timothy, he was going through a lot of limitations in his life, or a disqualification. ആ ലിമിറ്റേഷൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് താൻ അതിനെ അതിജീവിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ആക്ട്സ് ചാപ്റ്റർ 16 അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ കാണുന്നത്, ഹല്ലേലൂയ, ലുസ്രയിലും ഹല്ലേലൂയ ദർബയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പനൊരു
യവനായനായിരുന്നു. ഓക്കെ, അമ്മ ആരാണ് പറഞ്ഞാട്ടെ? അല്ല, ഷീസ് ജൂവിഷ്. നമ്മുടെ ഭാഷ പറഞ്ഞ ഹീബ്രുവിൽ MDH അമ്മച്ചിക്ക്. അപ്പച്ചനാണെങ്കിൽ ഗ്രീക്കിലാണ് MDH. ഇങ്ങനെ ഒരു വീട്ടിലൊന്ന് വളർന്ന സാഹചര്യം ആലോചിച്ച് നോക്കി. പ്രൈസ്ലിയ. അമ്മച്ചി ഗ്രീക്ക് കൾച്ചറാണ്, ഹീബ്രു കൾച്ചറാണ്. യഹൂദ സംസ്കാരത്തിൻ്റെ ആഠിത്യവും പാരമ്പര്യവും യാഗവും നേർച്ചകളും വഴിപാടുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു അമ്മച്ചി അല്ലയ്യ. അടയാളം മാത്രമല്ല തിരക്കുന്ന തത്വജ്ഞാനം കൊണ്ട് നടക്കുന്ന ഒരു അങ്കിള് വീട്ടിൽ, അല്ല അപ്പച്ചൻ വീട്ടിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഹി വാസ് ടോസ്ഡ് ബിറ്റ്വീൻ 2 കൾച്ചർ. 2 കൾച്ചറിൻ്റെ ഇടയ്ക്കാണ് ആര് വളരുന്നത്? തിമത്യോസ് വളരുന്നത്. ഈ ഇംഗ്ലീഷും മലയാളമൊക്കെ ചേർന്ന് വളരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ കഷ്ടം. എന്നാൽ അല്ലെങ്കിൽ രാവിലെ തൊട്ട് 8 മണിക്കൂർ സ്കൂളിൽ ഇരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു കൾച്ചർ, സഭയിൽ വരുമ്പോൾ വേറൊന്ന്. ആകെ ഇവർ കടന്നു പോകുന്ന ടെൻഷൻ ദൈവമക്കളെ. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ പറമ്പിൽ റോഡിൽ നിന്ന് മരത്തേലും പ്ലാവേലും കയറി നമ്മുടെ ജീവിതം അങ്ങ് എന്തോ ഒരു രസം. ഇടയ്ക്കിടയ്ക്ക് ഐ മിസ് ദാറ്റ് ഓൾ തിങ്സ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ. അല്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ മുമ്പിലല്ലേ കോവിഡിൻ്റെ കാലത്ത് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾ എവർ ദ ചർച്ച് ഫേസ്ഡ്. ചർച്ച് വാസ് ഓൺ ദ സ്ക്രീൻ, സ്കൂൾ വാസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ദ ഗെയിം വാസ് ഓൺ ദ സ്ക്രീൻ. അങ്ങനെ വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവസഭ എന്താ, ദൈവദാസന്മാരെന്താ, ആത്മീയം എന്താണെന്ന് തിരിച്ചറിയാതെ എല്ലാം ഒരു സ്ക്രീനിൻ്റെ മുന്നിലേക്ക് പഠിത്തവും സഭയും ആരാധനയും എല്ലാം ചുരുങ്ങിപ്പോയപ്പോൾ എത്രമാത്രം മെൻ്റൽ ടെൻഷനിൽ കൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ തിരിച്ചറിയണമല്ലേ, അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ, മിക്സഡ് ലാംഗ്വേജിൽ, സംസ്കാരത്തിൽ വളർന്നു വരുന്ന ഒരു തിമത്യോസ്. ഇങ്ങനെയുള്ളവരെ അല്ലേ നിങ്ങൾക്കറിയാം, മുന്നോട്ട് അവനെ അതുകൊണ്ട് നിർബന്ധിച്ച് പരിച്ഛേദന ഏൽപ്പിച്ചു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരെ സംബോധിപ്പിക്കേണ്ടതിന് തിമത്യോസിനെ നിർബന്ധിച്ച് പരിച്ഛേദന ഏൽപ്പിച്ചത്. അങ്ങനെ ജീവിതയാത്രയിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിൽ കൂടെ വളർന്നു വന്നവനായിരുന്നു ആര്? തിമത്യോസ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അടുത്ത വാക്യം പറയുന്നത്, എങ്കിലും അവൻ എല്ലാവരാലും, ലുസ്രയിലും ദർബയിലുമുള്ള അല്ലെങ്കിൽ ഇക്കോനിയിലുമുള്ള എല്ലാവരാലും നല്ല, നമ്മുടെ അയോഗ്യതകളുടെ കൂമ്പാരം പറഞ്ഞ് മൗനമായി ഇരിക്കാതെ വി ക്യാൻ ബി എ ലിവിങ് ടെസ്റ്റിമണി. ഇന്ന് പകൽക്കാലം അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അതിൻ്റെ കുഴപ്പം, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കുഴപ്പം, അതൊന്നും നിങ്ങൾ ഓർക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച കണക്ക് നമ്മൾ എവിടെ പിറക്കണമെന്ന് ദൈവമാണ് തീരുമാനിച്ച്. എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ബക്കിംഗ്ഹാം പാലസിൽ എനിക്ക് ജനിക്കണമായിരുന്നു. എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞേനെ വൈറ്റ് ഹൗസിൽ ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ചിറ്റാർ എന്ന പട്ടണത്തിൽ അസംബ്ലീസ് കൊണ്ടൊരു കൊച്ചു മുറിക്കകത്ത് ഞാൻ ജനിക്കണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് നമുക്കത് മാറ്റാൻ കഴിയത്തില്ല. അപ്പനെ അമ്മയെ മാറ്റാൻ പറ്റത്തില്ല. നിറം നീളം ഒന്നും വണ്ണം മാറ്റാൻ പറ്റത്തില്ല. അത് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആയുസ്സിൽ നമുക്ക് സാക്ഷ്യമുള്ളവരായി ജീവിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന സാക്ഷ്യമായി എൻ്റെ സാഹചര്യത്തെ പഴിപറഞ്ഞ്, മാതാപിതാക്കളെ പഴിപറഞ്ഞ്, അവർക്ക് നല്ല വിദ്യാഭ്യാസം തരാൻ കഴിഞ്ഞില്ല, അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല, ഞാൻ ചോദിച്ച ആഹാരം തന്നില്ല, എനിക്ക് ആഗ്രഹിച്ച വസ്ത്രം തന്നില്ല എന്ന് പറഞ്ഞ് ഇന്നും മനസ്സ് മുറിവേൽക്കാതെ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞാട്ട് എൻ്റെ സാഹചര്യങ്ങളെ അതിജീവിച്ച് എന്നെ വിളിച്ചവൻ്റെ സാക്ഷിയായി. ഹല്ലേലൂയ. ദൈവം എന്നെ എവിടെ കൊണ്ടാക്കിയാലും, ഏത് രാജ്യത്ത്, ഏത് ദേശത്ത്, ഏത് സഭയിലാക്കിയാലും അവിടെ ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷിയായി മാറും. അത് തന്നെ തിമത്യോസിനോട് പൗലോസ് പറയുന്നത്. 1 തിമത്യോസ് 4:12 വാക്യം. ടോക്കിംഗ് മച്ച് അബൌട്ട് ടിമോത്തി, എസ്പെഷ്യലി ദ യങ് പീപ്പിൾ. തിമത്യോസിനോട് പറയുകയാണ്, ഡോണ്ട് ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എനിവൺ ടു ലുക്ക് യു ഡൗൺ ഓർ ലുക്ക് യു ഡൗൺ യുവർ യൂത്ത്. നിൻ്റെ യൗവനത്തെ തുച്ഛിക്കുവാൻ ആർക്കും എന്ത് ചെയ്യരുത്, അവസരം കൊടുക്കരുത്. അല്ലല്ലോ യൗവനക്കാരോടാണ് പറയുന്നത്. ബട്ട് വാട്ട് വി നീഡ് ടു ഡു, യു നീഡ് ടു ബി എ ഡിഫറെൻറ്റ്. യു നീഡ് ടു ബി എൻ എക്സാമ്പിൾ ടു ഓൾ ബിലീവേഴ്സ് ഇൻ വേർഡ്സ്, ഇൻ ഡീഡ്സ്, ഇൻ ചാരിറ്റി ആൻഡ് പ്യൂരിറ്റി, ഇൻ ലവ്, എവറിത്തിങ്. സകലത്തിലും വിശ്വാസികൾക്ക് അല്ലേ മാതൃകയില്ലാത്ത അമാതൃകയുള്ള ആത്മീയ ലോകത്തിൻ്റെ നടുവിൽ എന്നോടും നിങ്ങളോടും ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് വ്യത്യസ്തരായി ജീവിക്കാം. അവരങ്ങനെ ആയതുകൊണ്ട്, അച്ചായൻ അങ്ങനെ ആയതുകൊണ്ട്, സഭ ഇങ്ങനെ ആയതുകൊണ്ട്, സംഘടന ഇങ്ങനെ ആയതുകൊണ്ട്, അതിനകത്ത് തകർച്ച ഇങ്ങനെ ആയതുകൊണ്ട്, വി സി സ്പിരിച്വൽ ഡിപ്രാവിറ്റി എവരിവെയർ, ഞങ്ങളിത് കാണുന്നുണ്ട്. പക്ഷേ ആ ഒഴുക്കിനൊത്തും ഞങ്ങൾ പോകത്തില്ല. വി വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. തിമത്യോസെ എഫെസോസ് സഭയിലേക്ക് നിന്നെ അയക്കുമ്പോൾ എഫെസോസിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും മന്ത്രവാദങ്ങളും അവിടുത്തെ ദേവിമാരുടെയും ദേവന്മാരുടെയും ഒക്കെയുള്ള സംസ്കാരങ്ങളുള്ള നാട്ടിൽ നീ വ്യത്യസ്തനായിരിക്കണം. വിശ്വാസികൾ, എസ്പെഷ്യലി ഐ എൻകറേജ് ഓൾ ദ യങ് ചിൽഡ്രൻ, വെൻ യു ആർ ഗ്രോയിങ് അപ്പ്, യുവർ പേരൻസ് ഷുഡ് ബി ഏബിൾ ടു സേ ദാറ്റ് നോ യു ആർ ഡിഫറെൻറ്റ്. അല്ലേ, ഇപ്പോൾ എല്ലാം നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം ഉപദേശിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ അവരെ നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. കാരണം ആത്മനിറവിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ഉപദേശത്തിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ, ദൈവദാസൻ ഓർപ്പിച്ച കണക്ക്, ലെറ്റ് ദ വൺസ് ദ ചർച്ച് ബിഗിൻ ടു വാക്ക് അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സഭ നടക്കാൻ തുടങ്ങിയാൽ മാതൃകയുള്ള സഭയായിരിക്കും. ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ ആദരിച്ചെങ്കിൽ സഭയുടെ സ്വപ്നം, വി വാണ്ട് ടു ബി ഡിഫറെൻറ്റ് ചർച്ച്.
Hallelujah. Not just because of the title of the organization, IPC or Church of God, Assemblies of God. We want to make a difference in the city, the way we live and glorify the name of the Lord. ദൈവത്തിനു വേണ്ടി എങ്ങനെ ജീവിക്കുന്നുവെന്നും, അല്ലെങ്കിൽ സഭയുടെ പേര് പറഞ്ഞല്ല ഇന്ന് പകൽക്കാലം ലോകം നിങ്ങളെ അറിയേണ്ടത്. അവർ വ്യത്യസ്തരാണ്. അവരുടെ കയ്യടി വ്യത്യസ്തമാ, അവരുടെ വർത്തമാനം വ്യത്യസ്തമാ, അവരുടെ നടപ്പ്, ഇരിപ്പ്, സംസാരം, അത് അകത്താണേലും പുറത്താണേലും ആലയത്തിലാണേലും ജോലി സ്ഥലത്താണെങ്കിലും അവർ വ്യത്യസ്തരാണെന്ന് അറിയത്തക്കവണ്ണം ഒരു വ്യത്യസ്തതയുള്ള ആത്മീയ ജീവിതം കാഴ്ചവെക്കണം. തിമത്തിയോസ് അവൻ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. പക്ഷേ അവൻ്റെ അയോഗ്യത എന്ന് പറഞ്ഞത് പട്ടാളത്തിൽ ചേരാൻ ചെന്നപ്പോൾ മലളിയ ഒരു മിക്സഡ് കൾച്ചർ, ഒരു ഐഡൻറ്റിറ്റി ഇല്ല, നല്ലൊരു പേര് പറയാനില്ല. ഏത് സംസ്കാരം, ഗ്രീക്കാണോ അറിയത്തില്ല, ഹീബ്രു ആണോ അറിയത്തില്ല, ഈ രണ്ട് കൾച്ചറിൻ്റെ ഇടയില്ല. പക്ഷേ അതൊന്നും വിഷയമല്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എവിടെ പിറന്നുവെന്നോ എവിടെ വളർന്നു വന്നും ദൈവത്തിന് വിഷയമൊന്നുമല്ല. ദൈവത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആർ യു അവൈലബിൾ ദാറ്റ് ഐ ക്യാൻ യൂസ് യു. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഉപയോഗിക്കത്തക്കവണ്ണം നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമാണെങ്കിൽ നിങ്ങളെ ഏതറ്റം വരെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ സാക്ഷ്യമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. എൻ്റെ അയോഗ്യതകളെ നോക്കാതെ എന്നെ മാനിച്ചൊരു ദൈവത്തെ, ലോകം എനിക്കിട്ട മാർക്കിനപ്പുറത്ത് എനിക്കൊരു മാർക്കിട്ട ദൈവമുണ്ട്. ലോകം വരച്ചിതിനപ്പുറത്ത് പോകരുതേ, എഴുതി വെച്ച് എത്ര പ്രമാണങ്ങളെ മുറിച്ചു മാറ്റി നിന്നെ ഇതുവരെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവം മേലാലും വിശ്വസ്തനാണ്. തിമത്തിയോസിൻ്റെ രണ്ടാമത്തെ അയോഗ്യത എന്ന് പറയുന്നത്, ഹി വാസ് എ മാൻ ഓഫ് ടിമിഡിറ്റി. ഭയങ്കര പേടിയുള്ള മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്ന വലിയ ധൈര്യശാലികളൊന്നുമല്ല. 1 കൊരിന്ത്യർ 16 അധ്യായം അതിൻ്റെ 10 വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 1 കൊരിന്ത്യർ 16:10 അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ആ സംഭവം പറയാം, കാരണം ഈ വാക്യം വായിച്ചാൽ അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് കഥയായിട്ട് അങ്ങ് അവതരിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു സഭയാണ് കൊരിന്ത്യ സഭ. നമ്മളെപ്പോഴും ഓർക്കുന്ന കണക്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ഗ്ലോറിയസ് ചർച്ച് ഓൺ ദോസ് ഡേയ്സ്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് കൊരിന്ത്യ ചർച്ച്. നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ ഓർപ്പിച്ചു തോന്നുന്നു, കൊരിന്ത്യ സഭയിലെ പ്രവാചകന്മാരുടെ തിരക്കാണ്. ഒരാൾ പ്രവചിച്ച് കഴിഞ്ഞ് ഇരിക്കാൻ നോക്കിയിരിക്കുകയാണ്, എഴുന്നേറ്റ് വ്യാഖ്യാനിക്കാൻ വേണ്ടി. അന്യഭാഷ പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എല്ലാവരും കൂടെ കിടന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് പ്രവചിക്കുക തരാതെ നമുക്ക് എവറിത്തിങ് ഷുഡ് ബി ഇൻ ഓർഡർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു സഭയാണ്. ആ സഭയിലോട്ട് പൗലോസ് ഒരു കത്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സൺഡേ, നമ്മുടെ ഭാഷ പറയാം, നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ തിമത്തിയോസിനെ നിങ്ങളുടെ സഭയിലൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി വിടുകയാണ്. പക്ഷേ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അവൻ വരുമ്പോൾ നിർഭയനായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു പാസ്റ്റർ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് പാസ്റ്റർക്കാരനും കത്ത് കൊടുക്കണം, പാസ്റ്റർ ശിവ തോമസ് വരുമ്പോൾ പുള്ളി ആരും പേടിപ്പിക്കരുതെന്ന് എന്ന് പറഞ്ഞ പോലെ എഴുതുന്നു. നോക്കി ആലോചിച്ച് നോക്കിയാൽ, പാസ്റ്റർ ശിവ തോമസ് അവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അപ്പം ജോയിച്ചാനാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എല്ലാം അവിടെ കത്ത് കൊടുത്തു വിട്ടു, പുള്ളി ഇന്ന് അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ, വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് പുള്ളിയെ കണ്ണൂരിട്ട് കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യരുത്. പുള്ളി 7 പോയിന്റ് പറയും, നിങ്ങൾ 8ാമത്തെ പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യരുത്, ആശീർവാദത്തിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഒന്നും കയറ്റുകയൊന്നും ചെയ്യരുത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട. അപ്പോൾ പൗലോസ് പറയാണ്, തിമത്തിയോസ് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ വന്നാൽ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കൊരിന്ത്യയിലുള്ള പ്രവചനം ഒന്നും കാണിച്ചും നിങ്ങളുടെ വചനപരിജ്ഞാനം ഒന്നും കാണിച്ചും അവനെ എന്ത് ചെയ്യരുത്, ഭയപ്പെടുത്തുക. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള പാർട്ടിയല്ല. പുള്ളി ഹി വാസ് എ മാൻ ഓഫ് ടിമിഡിറ്റി. നല്ല പേടിയുള്ളൊരു യൗവനക്കാരനാണെന്ന്. അവനെ എന്തിനു വിളിക്കുന്നത്? പട്ടാളത്തിൽ ചേരാൻ. പ്രൈസ് ദി ലോർഡ്. ഉള്ളിൽ ഭയമുള്ളവനെ, 4 പേരുടെ മുമ്പിൽ നിൽപ്പാൻ ധൈര്യമില്ലാത്തവനെ, ഹല്ലേലൂയ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളുവാൻ കഴിയത്തില്ലെന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളവനെയാ പരിശുദ്ധാത്മാവ് പറയുന്നത്, കം ആൻഡ് ജോയിൻ ഇൻ മൈ ആർമി. ഇന്ന് രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. 4 പേരുടെ മുമ്പിൽ നിൽപ്പാനും പറയുവാനും കഴിവില്ലാത്ത നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറയണം. താങ്ക് യു ജീസസ്. അല്പമാം ഉപകരണങ്ങളെ കൊണ്ട് നൽപ്പഴും തൻ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ കൃപയുടെ വരമോർത്ത ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറയേണ്ടത്. കാരണം ഹല്ലേലൂയ, നിങ്ങൾക്ക് എന്ത് സ്വപ്നം കാണുവാനുണ്ടായിരുന്നു? എനിക്കില്ലായിരുന്നു ഒരു സ്വപ്നവും. എനിക്ക് കാണാൻ സ്വപ്നമില്ലായിരുന്നു, കണ്ടാൽ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, നീ കാണണ്ട, നിനക്ക് വേണ്ടി ഞാൻ സ്വപ്നം കണ്ടോളാമെന്ന്. ഇന്ന് പകൽക്കാലം നമുക്കുള്ള സ്വപ്നം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്വപ്നം നമ്മൾ കാണണ്ട. നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്നൊരു ദൈവമുണ്ട്. നമ്മളെക്കുറിച്ച് സ്വപ്നമുള്ളൊരു ദൈവമുണ്ട്. നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ. അടുത്തൊരു പാസ്റ്റർ കാര്യം പറയുന്നുണ്ട്. അപ്പല്ലോസ് എന്ന പേര്, അല്ലെങ്കിൽ പൗലോസ് കഴിഞ്ഞ് കൊരിന്ത്യ സഭയിലെ പാസ്റ്റർ ആയിരുന്ന ആളാണ് അപ്പല്ലോസ്. അപ്പല്ലോസ് എന്ന് പറഞ്ഞാൽ ഹി വാസ് എൻ എലക്വന്റ് സ്പീക്കറാണ്. നല്ല വാചക കസരത്തോടു കൂടി ഹീബ്രു ഒക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ളവനായിരുന്നു അപ്പല്ലോസ്. അപ്പല്ലോസിനോടൊന്ന് പറഞ്ഞു ആ ചർച്ചിലൊന്ന് പോകണമെന്ന് 12ാം വാക്യത്തിൽ ഞാൻ അപ്പല്ലോസിനോട് ഇതേ കാര്യം പറഞ്ഞു, കൊരിന്ത്യ സഭയൊന്ന് വിസിറ്റ് ചെയ്യണം. പക്ഷെ അവൻ പറയുകയാണ്, എൻ്റെ ഡയറി വെച്ച് നോക്കിയിട്ട് ഈ പ്രാവശ്യം എനിക്ക് പോകാൻ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് ഈ പ്രാവശ്യം പോകാൻ നിവൃത്തിയില്ല, സമയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന്. കഴിവുള്ളവരൊക്കെ വന്നാൽ പേടിയാണെങ്കിലും ആര് പോയി? തിമത്തിയോസ് പോയി. അനുസരിക്കുന്നതാണ് നമ്മുടെ യോഗ്യത. ദൈവദാസന്മാരെ അനുസരിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്.
അല്ലെങ്കിൽ ദൈവദാസന്മാരെ അനുസരിക്കുന്നത്, അവർ പ്രായം കുറഞ്ഞവരാണ്, പ്രായം കൂടുതലാണെങ്കിലും ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. ആരടി പൊക്കവും അതിനേക്കാൾ ഉയരവും എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് ദൈവത്തിനും ദൈവവചനത്തിനും അനുസരണമില്ലെങ്കിൽ രാജസ്ഥാനത്തു നിന്ന് മാറ്റുവാൻ ദൈവം മടിക്കുകയില്ല. ദൈവം പറഞ്ഞത് അല്ലല്ലിയ, ഞാൻ ആരെയാ കടാക്ഷിക്കുന്ന? സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്. അല്ലല്ലിയ, ആകാശവും പർവ്വതവും ഞാൻ ഉണ്ടാക്കിയവനാ. എനിക്ക് നിങ്ങളുടെ ഹല്ലേലൂയ തൊഴുത്തിലെ കാളയും ആടിനെയും ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടത് ആരെയെന്നറിയാമോ? ഹല്ലേലൂയ, വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ ഭയപ്പെടുന്നവരെ മാത്രമേ ദൈവം ആദരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു കൊച്ചു വാക്യമായിരിക്കും. ഇറ്റ് മേ ബി എ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ഓർ ദ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ചർച്ച്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇറ്റ് മേ ബി എ സ്മോൾ ചൈൽഡ് ഈസ് പ്രീച്ചിങ് ഗോഡ്സ് വേർഡ്. യു നീഡ് ടു റിഗാർഡ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തെ ആര് പറഞ്ഞാലും അതിനെ ഹൃദയംഗമായി അനുസരിക്കണം. എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. ഇത് എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യമല്ല, ഈ മാത്രമല്ല പറഞ്ഞു വരുന്നത്. ആരിവിടെ വചനം പറഞ്ഞു, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് ഞാൻ വന്നപ്പോൾ മുതൽ കേട്ടുകൊണ്ടിരുന്നത്. ദൈവവചനം പറയുമ്പോൾ എംബ്രൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ട് കൈ നീട്ടി ഐ റിസീവ് ഇറ്റ്. ഇന്ന് പകൽ ഞാൻ ഇവിടെ വന്നത് ഈ വചനം കേൾക്കാനാണ്. ക്രൈസ്തവരല്ലേ, ഇന്ന് പകൽ ഈ സഭയിൽ ദൈവം എന്നെ കൊണ്ടുവന്നത് എന്നോടൊരു ദൂത് പറയുവാനായിരുന്നുവല്ലോ എന്ന വെളിപ്പാടോടെ വേണം ദൈവമക്കൾ ആലയത്തിലിരുന്ന് ആരാധിക്കുവാൻ. കേൾക്കുന്ന വചനത്തെ കൈനീട്ടി സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടി നടക്കുന്ന ക്രിയകൾക്കായി ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. തിമോത്തിയോസ് അല്ലല്ലേ ഭയമുള്ളവനാണെങ്കിലും അനുസരണമുള്ളവനായിരുന്നു. മൂന്നാമത്തെ അവൻ്റെ അയോഗ്യത നമുക്ക് നോക്കാം. 1 തിമോത്തിയോസ് 5:23. ക്രിസ്തുയേശുവിൻ്റെ നല്ല പടയാളിയായി ക്ഷണിക്കുകയാണ്. അവനോട് പൗലോസ് പറയുകയാണ്, നമുക്ക് പെന്തക്കോസ്തുകാർക്കൊക്കെ വായിക്കാൻ ഇച്ചിരി മടിയുള്ള വാക്യമാണ്, എന്നാലും ഞാൻ വായിച്ച് കേൾപ്പിക്കും കുറച്ചൊക്കെ. നിനക്ക് നിൻ്റെ കൂടെയുള്ള ക്ഷീണവും അജീർണതയും നിമിത്തം അല്പം വീഞ്ഞും കൂടെ, നമ്മളിതിനെയൊക്കെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ട് ദൈവമക്കളെ, നല്ല ജ്യൂസൊക്കെ കുടിക്കണം, പ്രോട്ടീനൊക്കെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലാണ് വചനം ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്. കാരണം എഴുതിയ ഭാഷയുടെ ചിലപ്പോൾ ആയിരിക്കും നമ്മൾ ഈ ഓരോന്നിനൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ തിരിധരിക്കണ്ട. ഇവിടെ പറഞ്ഞത് കൂടെ 2 അടി നടക്കുമ്പോൾ നിനക്ക് എന്താണ്? പട്ടാളത്തിൽ പോകാൻ വിളിക്കുക, ക്രൈസ്തവരല്ല. പിന്നെ ഒരു ആഹാരം കഴിച്ചാലും ദഹിക്കത്തില്ല. ഇവനെ വിളിക്കുന്നത് എങ്ങോട്ട് പോകാൻ? നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് നോക്കിയല്ല ദൈവം വേലയ്ക്ക് വിളിക്കുന്നത്. കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന് മഹത്വം കൊടുക്കുവാനും അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൈയടിക്കാൻ ആരോഗ്യം ഉണ്ടെന്ന് നോക്കിയല്ല ദൈവം വിളിച്ചത്. പക്ഷെ വന്നവർക്ക് കിടപ്പിലായപ്പോഴും കൈയടിക്കാൻ ദൈവം ആരോഗ്യം തന്നു. മനസ്സും അടുത്തപ്പോഴും മടി കൂടാതെ സ്തോത്രം പറയുവാൻ അതരങ്ങൾക്ക് ശക്തി നൽകി. ഹല്ലേലൂയ. കണ്ണ് തുറക്കാൻ വയ്യെങ്കിലും ഉള്ളിലെ കണ്ണ് മങ്ങിപ്പോകാതെ നിങ്ങളുടെ അകത്ത ദൈവശക്തി പ്രാപിച്ചതിൻ്റെ കാരണം നമ്മുടെ അയോഗ്യതകളെ ആ ദൈവം യോഗ്യതയായി കണ്ടത്. പ്രൈസ് ദി ലോർഡ്. കൂടെ ക്ഷീണമാണ്. ഹി കനോട്ട് വോക്ക് മച്ച്. ഹല്ലേലൂയ. ഹി കനോട്ട് ഫൈറ്റ് ദ ബാറ്റിൽ ആസ് വി ആർ ലുക്കിംഗ് ആസ് എക്സലൻ്റ്ലി. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഹി ഈസ് വീക്ക്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്കെല്ലാം തികഞ്ഞ, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാൻ പറ്റത്തില്ലെന്നേ. 100 രോഗം ഉണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ ചൂട് കുറയരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുവൊന്നും വേണ്ട. അതും ഒരു ആശീർവാദമാണെന്ന് പറഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. രോഗം വെച്ചും നിന്ന വെച്ചും അപമാനം വെച്ചും പ്രതികൂലം വെച്ചും ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റുമെന്ന് ദൈവത്തെ ഉയർത്തുന്ന ഒരു പകലായി മാറട്ടെ. ഇവൻ്റെ ശാരീരിക ബലഹീനതയാണ്. നല്ല യൗവനക്കാരനാണ്. യൗവന പ്രായത്തിൽ തന്നെ ഹല്ലേലൂയ ശരീരത്തിന് ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്കലി ഹി വാസ് വീക്ക്. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ദൈവം എന്തിനു വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, എവരിബഡി ക്യാൻ ജോയിൻ ഇൻ ദ ആർമി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് പകൽക്കാലം നല്ല യുദ്ധസേവ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, പിശാചിനോട് പോരിടുവാൻ, പിശാചിനെ എതിർത്ത് നിൽപ്പാൻ കൃപയുള്ള ദൈവദാസിദാസന്മാരായി നമ്മളെ കണ്ടതോർത്ത് സ്തോത്രം ചെയ്യാം. അതിന് നമ്മുടെ ശാരീരിക ക്ഷീണം അത് ബാധകമേ അല്ല. പ്രായം ഒരു ക്ഷീണമേ അല്ല. 85-ാമത്തെ വയസ്സിലും കാലേബ് പറഞ്ഞ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. വെൻ യു സീ എൻ്റെ തൊലിയെല്ലാം ചുക്കിച്ചുളുങ്ങിയേക്കാം. എൻ്റെ പഴയതുപോലെ നിങ്ങൾ കാണുന്ന ബലം അസ്ഥികൾക്കില്ല. പക്ഷേ അകത്ത മനുഷ്യൻ ക്ഷീണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 50 വർഷം മുമ്പുള്ള ആരോഗ്യം ഇന്ന് ശരീരത്തിന് കണ്ടെന്ന് വരത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട അന്നത്തെ സന്തോഷം ഇന്നും അകത്തുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 20 വർഷം മുമ്പുണ്ടായിരുന്ന ഓർമ്മ കാണത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട അന്നുള്ള നന്ദി ഇന്നും ഹൃദയത്തിലുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ പുറമെയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ചാലും അകമയുള്ള മനുഷ്യൻ ബലപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകുമല്ലോ. ഈ തിമോത്തിയോസ്
along with all this disqualification and weakness in his spiritually, mentally, financially or physically, whatever may be the aspect that he was weak, അവൻ അതിനെ എങ്ങനെ അതിജീവിച്ചതൊരു 4 കാര്യം നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് തിമത്തിയോസ് തൻ്റെ ഈ ബലഹീനതയൊക്കെ ഓവർകം ചെയ്തത്? ഹൗ ഡിഡ് ഹി ഓവർകം ഓൾ ഹിസ് ഒബ്സ്റ്റാക്കിൾസ്? 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ നമ്മൾ 3 വാക്യങ്ങൾ ആ അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത്. 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, കുഞ്ഞെ, ഞാൻ നിന്നെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദൈവദാസന്മാരുടെ കട, ഈ പാസ്റ്റർമാരെ നിങ്ങൾ അങ്ങനെ കാണുന്നെങ്കിലും ഞാനൊരു ദൈവദാസന്മാരുടെ ഇവിടെ പാസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച് എപ്പോഴും ഒരു ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖം ഓർമ്മ വരേണ്ടത് ഇങ്ങനെ കടിച്ചു കയറുന്ന ഒരാളുടെ മുഖമല്ല വരേണ്ടത്. ഇവിടെ പറയുകയാണ്, ഞാൻ ഇങ്ങനെ നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ റിമെമ്പർ യുവർ ടീയേഴ്സ്. കണ്ണുനീരിൽ കുതിർന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഭീരുത്വം അവൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു സമ്മിശ്ര കുടുംബത്തിൽ പിറന്ന് അതിൻ്റെ നിന്ദയും അപമാനമുണ്ട്. ശരീരം യൗവന പ്രായത്തിൽ തന്നെ ക്ഷീണമുള്ളതാ. പക്ഷേ പ്രാർത്ഥനയിൽ അവൻ ഇതിനെ ഓവർകം ചെയ്തു. Can you believe that? Hallelujah. Young children, I encourage you, develop an attitude of praying in God's presence. Hallelujah. From this young age itself. Not just be happy with the family prayer for 10 minutes or 20 minutes. You need to find an ample time to be alone with God. ദൈവവുമായി ഏകാന്തമായിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഒരു ക്വയറ്റ് ടൈമിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മാതാവ്, കാരണം അവർക്ക് പിന്നെ അന്നത്തെ ബുദ്ധിയില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രയും പക്വതയില്ലാണ്ടായിരിക്കാം, പ്രാർത്ഥിക്കാതെ ആഹാരം തരത്തില്ലായിരുന്നു. പിന്നെ ദിവസം ഒരു സങ്കീർത്തനം കാണാതെ പഠിക്കാതെ എന്ത് തരത്തില്ല? ഫുഡ് തരത്തില്ല. അതിനപ്പം ഇഷ്ടം കൊണ്ടല്ല, ആർത്തി മുത്ത് ഇതെല്ലാം കാണാൻ പഠിച്ചു. അത് ഇന്ന് എനിക്ക് പ്രയോജനമായി. സ്തോത്രം. ഹല്ലേലൂയ. അമ്മ ഭയങ്കര ഷൂടായിരുന്നു. അപ്പോൾ പറയുമല്ലോ, ഇന്ന് ഒരു സന്ധ്യ ആകുന്നതിന് മുമ്പ് ഒരു സങ്കീർത്തനം കാണാതെ പഠിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഫുഡില്ലെന്ന് പറയും. വിശപ്പ് മൂത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ സങ്കീർത്തനം പഠിക്കും. അല്ലാതെ ആവേശം കൊണ്ട് പഠിച്ചൊന്നുമല്ല, അതുകൊണ്ട് മെമ്മറി വേഴ്സിൽ പഠിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ അന്നത്തെ ആ സ്ട്രാറ്റജി അല്ല പറഞ്ഞു വരുന്നത്. മേക്ക് ദം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബേയിങ് ഗോഡ്സ് വേർഡ് ആൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഗോഡ്. ദൈവസന്നിധി കരയണം. തിമത്തിയോസേ, നിൻ്റെ ബലഹീനതയെ അതിജീവിക്കാൻ ആരും വന്ന് ഹെൽപ്പ് ചെയ്യത്തില്ല. അല്ലല്ലേ? അപ്പൻ വന്ന് ചിലപ്പോൾ കുറച്ച് ഗ്രീക്കിൽ നിനക്ക് കുറച്ച് തത്വം പറഞ്ഞേക്കാം, അമ്മ പറഞ്ഞേക്കാം, മോനെ നമുക്ക് പോയി പള്ളിയിൽ യാഗം കഴിക്കാമെന്ന്. പക്ഷേ കുഞ്ഞെ, നീ ഇതിനെയൊക്കെ അതിജീവിച്ചത് നിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കൊണ്ടാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിച്ച നിങ്ങൾക്കും പറയാൻ പറ്റും, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി മെറിറ്റ് ഇൻ മൈ ലൈഫ്, ഓൺലി ബിക്കോസ് ഓഫ് ദ ടീയേഴ്സ് ഓഫ് അവർ പേരൻസ് ദാറ്റ് വി കുഡ് കം ദസ് ഫാർ. ഇന്നലകളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കി കരഞ്ഞതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് വരാൻ പറ്റി. അങ്ങനെ സാക്ഷ്യം പറയാത്ത ആരും ഇവിടെയില്ല. പക്ഷേ എൻ്റെ ചോദ്യം നിങ്ങളോട്, നിങ്ങൾ എത്ര കരഞ്ഞു എന്നാണ്. നിങ്ങളുടെ അപ്പനും അമ്മയും കരഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ കരഞ്ഞു, എൻ്റെ കുഞ്ഞിനെ തൊടണമേ, അനുഗ്രഹിക്കണമേ, കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കണമേ, അവനൊരു ഗതി ഉയർത്തി കൊടുക്കണമേ, കുടുംബത്തിൻ്റെ ഭാരം നോക്കുവാൻ അവനെ സഹായിക്കണമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു? പ്രൈസ് ദി ലോർഡ്. ഓവർകം യുവർ ഒബ്സ്റ്റാക്കിൾ, ഹല്ലേലൂയ, വിത്ത് ടീയേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ കരഞ്ഞു വേണം നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ. അപ്പോൾ പറയും, ഞങ്ങൾക്ക് കഴിവുണ്ടല്ലോ എന്ന്. കഴിവൊന്നുമില്ല ദൈവമക്കളെ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു റിപ്പോർട്ട് മതി നമ്മുടെ ജീവിതം താളം തെറ്റിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നാം അന്ന് നേടിയെടുത്തതെല്ലാം വ്യർത്ഥമായി പോകുന്നൊരു കാലഘട്ടം വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു ദൈവമക്കളുടെ ഏറ്റവും വലിയ ദൗത്യം പ്രാർത്ഥനയിൽ അതിജീവിക്കണം. എല്ലാറ്റിനും സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചു വേണം ഇന്ന് രാവിലെ ജയമെടുക്കുവാൻ. കർത്താവ്, എനിക്ക് ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, ഞാൻ ഇൻ്റർവ്യൂവിന് കടന്നു പോകുക, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, സഭയായി പ്രാർത്ഥന നല്ല കാര്യം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് വ്യക്തിപരമായി ഈ വിഷയത്തെ ദൈവസന്നിധിയിൽ കണ്ണുനീരിൽ കുതിർന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ. നല്ലതാണ് അവർക്ക്. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് മണി യു ക്യാൻ സെൻഡ് ദം ടു എനി പ്ലേസ് ആൻഡ് മേക്ക് ദം ടു സ്റ്റഡി ഇൻ ദ ബെസ്റ്റ് കോളേജ്. ഒരു കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എവിടെ വെച്ചെന്ന് പോയി ചോദിച്ചാലും, അല്ലെങ്കിൽ ഈ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടുന്ന കാലഘട്ടം. എനിക്ക് മിഡിൽ ഈസ്റ്റിലെ കൾച്ചർ അറിയത്തില്ല. അമേരിക്കൻ കൾച്ചർ വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ ജെൻഡർ വരെ കറക്റ്റായിട്ട് പറയും. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറയും. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഇവിടുത്തെ എൻ്റെ ഇന്ത്യയിലാണെങ്കിൽ അത് ജെൻഡർ വെളിപ്പെടുത്താറില്ല എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. ഇസഹാക്കിൻ്റെ ഭാര്യയായ റിബേക്ക ഗർഭവതിയായപ്പോൾ, പ്രൈസ് ഗോഡ്, അമ്മാമ്മയെന്ന് അച്ഛനോട് പറഞ്ഞു, അതിൽ ആകെ പ്രശ്നമാണ്. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഗതി എന്തായി തീരും. ദൈവം ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് കൈ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്ന സ്കാനിങ് റിപ്പോർട്ട് ആണാണോ പെണ്ണാണോ എന്ന് വരെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അറിയാം. ഇത് തലമുറയ്ക്കൊപ്പത്തുള്ള ഭാവി വരെ ഉണ്ടാകും അതിനകത്ത്. 2 ജാതികൾ അതിൻ്റെ ഉദരത്തിനകത്ത്. ഡെലിവറിക്ക് മുമ്പ് ദൈവത്തിൻ്റെ സ്കാൻ റിപ്പോർട്ട് അമ്മച്ചിയുടെ കൈ കിട്ടിയെന്ന്.
Can you ask God about the future of your children? കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചാട്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ബിഫോർ ഹല്ലേലൂയ യു എൻഫോഴ്സ് ദം ടു ഗോ ആൻഡ് ഗെറ്റ് ദിസ് ഗ്രേഡ്, ഇത് കിട്ടണം, ഈ മാർക്ക് വാങ്ങണം, A+ വാങ്ങണമെന്ന് പറഞ്ഞ് അവരെ ഫോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പറഞ്ഞാട്ട് ഇവൻ്റെ ഭാവി എന്തായിത്തീരും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ സ്വർഗത്തിൻ്റെ പദ്ധതി അവൻ എഴുതി ചേർക്കും. ഇവൻ ആരായിത്തീരും, ഇവൾ ആരായിത്തീരും. 2 ജാതികൾ ഉദരത്തിലുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും തുടങ്ങിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി വള്ളി പുള്ളി വിടാതെ ദൈവം എഴുതി കൈത്തരുമെന്ന്. പ്രേ ഫോർ യുവർ ചിൽഡ്രൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാട്ട്. സൂസന്ന വെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആയിരുന്നു, എനിക്ക് ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളല്ലോ, ഐ ഹാവ് 13 ചിൽഡ്രൻ. അതിൽ ഓരോ ദിവസം ഓരോ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ആഴ്ചയ്ക്ക് 13 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ചില മിനിറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പാൻ, അത് ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ, ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കട്ടെ, ജോലി ചെയ്യുമ്പോഴായിരിക്കട്ടെ, ഹല്ലേലൂയ, സ്പെൻഡ് സം ടൈം ടു പ്രേ സോളംലി ഫോർ യുവർ ചിൽഡ്രൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പാൻ ചില സമയങ്ങൾ പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. തിമോത്തിയോസ് തൻ്റെ പ്രതിസന്ധി അതിജീവിച്ചത്. രണ്ടാമത് എങ്ങനെയാണ് തിമോത്തിയോസ് തൻ്റെ ഈ പോരായ്മകളൊക്കെ അതിജീവിച്ചത്? 2 തിമോത്തിയോസ് 1:4. 2 തിമോത്തി ചാപ്റ്റർ 1:4. വായിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് ഞാൻ ഹല്ലേലൂയ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പ് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന കുഞ്ഞെ, ഐ എം സോ ഹാപ്പി ടു സീ യുവർ ജെന്യുവിൻ ഫെയ്ത്ത്. നിൻ്റെ നിർവ്യാജ വിശ്വാസം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തിമോത്തിയോസ് ഒരു ജെന്യുവിൻ ഫെയ്ത്ത്, കപടമില്ലാത്ത, കളങ്കമില്ലാത്ത, അല്ലെങ്കിൽ പൊള്ളയില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് പേര് വിശ്വാസികളെന്നല്ലേ, നമ്മളെ അറിയപ്പെടുന്നതന്നെ എന്തെന്നാ, പക്ഷെ നമുക്ക് ഏറ്റവും കുറവ് എന്താ? വിശ്വാസമില്ലായ്മയാണ്. നമ്മൾ ഈ കണ്ടില്ല, പണ്ട് നാട്ടിലൊക്കെ പാർക്കിലുണ്ടായിരുന്നു, എവിടെ എഴുതി വെക്കും, പുതിയ പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല, തൊട്ട് നോക്കരുത്. എന്നാലും ആരും കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് തൊട്ട് നോക്കും. നമുക്ക് ലോകത്തിൽ ആരെയും വിശ്വാസമില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നാൽ പക്ഷേ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നത് രാവിലെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ടോ, സാറേ ഞാൻ അങ്ങോട്ട് വരണം, ഇന്നവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കാറില്ല. പോകുമ്പോൾ വിഷമമുണ്ട്. കാറ് കയറുന്നതിന് മുമ്പ് ഈ കാറിന് എത്ര വാറണ്ടി ഉണ്ട്, ചൈനീസ് ആണോ, ഇത് അമേരിക്കൻ ആണോ, ഒന്നും നമ്മൾ നോക്കാറില്ല. എന്തൊരു കോൺഫിഡൻസാണ് നമുക്ക് ഈ കാറിലൊക്കെ അല്ലേ. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം വരുമ്പോഴോ നമ്മുടെ പറച്ചിലും ഇരിപ്പൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിലൊരു വിശ്വാസമില്ലാത്ത പോലെ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അല്ലല്ലേ വിശ്വാസത്തിന് വേണ്ടി. ഇവിടെ പറയുന്നത് അത് നിൻ്റെ വല്യമ്മ പ്രൈസ് ലോവിസിലും അമ്മ യൂണിക്കലും ഉണ്ടെന്ന് ഓർത്ത് അത് നിന്നിലും കണ്ടതിനാൽ സ്തോത്രം. ആ അമ്മച്ചിമാർക്ക് മകന് കൊടുക്കാൻ പറ്റിയ സ്വത്ത് 5 ഏക്കർ റബ്ബറും തോട്ടമല്ല, അവർ മുറുകെ പിടിച്ച വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മമ്മിയുടെ വിശ്വാസം, എൻ്റെ പപ്പായുടെ വിശ്വാസം, അവർക്ക് ദൈവവചനത്തിലുള്ള ആശ്രയം, അതായിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മിൽ നിന്ന് പഠിക്കേണ്ടത്. പ്രൈസ് കൊടലിയ. നിങ്ങൾക്ക് അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് ആസ്തിയുണ്ട്, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അവരെ പഠിപ്പിക്കണം. കുഞ്ഞെ, മമ്മിയും ഡാഡിയും ജോലി ചെയ്ത് കാശ് കിട്ടിയാലും ഇത് ഹല്ലേലൂയ ഞങ്ങളുടെ അധ്വാനമല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്ന് പഠിപ്പിക്കണം. Teach them the art of praying in the presence of the Lord and trusting in the Lord. ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നതിൻ്റെ സുഖം എന്താണെന്ന് അവരറിയട്ടെ. ഹല്ലേലൂയ. വിശ്വാസം അത് നിമിത്തമാണ് ഈ കുഞ്ഞ് ഹല്ലേലൂയ ഈ യൗവനക്കാരൻ വളർന്നു വരുമ്പോൾ, ഞാൻ ആദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പ്രൈസ് ഹല്ലേലൂയ. ഡിഫറെൻറ്റ് കൾച്ചറിനകത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, ജാതി ഏതാ, പേരെന്താ, കുഞ്ഞിൻ്റെ പേരെന്താ എന്നൊക്കെ ചോദ്യങ്ങൾ എത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എബ്ബേസിനെ പോലൊക്കെ നിന്ദിക്കപ്പെട്ടവനാണ്, പക്ഷേ വിശ്വാസം മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചതിന് എനിക്കറിയാം, എൻ്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ ഉടയവനെ എനിക്കറിയാം. പ്രൈസ് പ്രാർത്ഥനയുടെ ശക്തി എനിക്കറിയാം. വിശ്വാസം എന്ന് പറയുന്നത് ഗോഡ് ഹാസ് ഗിവൺ അസ് എ മെഷർ ഓഫ് ഫെയ്ത്ത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം തന്നിട്ടുള്ളൊരു സ്വത്താണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് ഗോഡ് ഹാസ് ഗിവൺ എ മെഷർ ഓഫ് ഫെയ്ത്ത്. അത് യേശുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇറ്റ് മേ ബി ലുക്ക് ദ സൈസ് ഓഫ് എ മസ്റ്റാർഡ് സീഡ്. അതിന് എത്ര വലിപ്പമേ ഉള്ളൂ? നമ്മൾ ചോദിക്കും മസ്റ്റാർഡ് സീഡ് എന്താ? നമ്മൾ വേദവസ്തുതയില്ലാത്ത വ്യാഖ്യാനമൊക്കെ വ്യാഖ്യാനിച്ച് കളയും. നിറഞ്ഞ വിത്താണ്, അതിനെക്കാട്ടും നിറഞ്ഞ എത്രയോ ഇരുമ്പ് കട്ടയുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ പേര് പറഞ്ഞുകൂടായിരുന്നു? ദൈവമക്കളെ, ഈ കടുകുമണിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നിറഞ്ഞ വിശ്വാസമല്ല. അറ്റ്ലീസ്റ്റ് ഡു യു ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഫെയ്ത്ത്? ഈ കടുകുമണിയുടെ വലിപ്പമുള്ള വിശ്വാസമെങ്കിലും നമുക്ക് ഉണ്ടോ? ഇതുണ്ടെങ്കിൽ എന്ത് മാറുമെന്നാണ് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം തൊട്ടാണ്. ഈ 12 ശിഷ്യന്മാരോട് ഇങ്ങനെ നിരന്ന് വന്നിട്ട് യേശുവിൻ്റെ മുന്നിൽ വന്ന് 2 കാര്യം അവർ യേശുവിനോട് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇല്ലല്ലേ, ഞങ്ങളെ ഹീലിംഗ് മിനിസ്ട്രി പഠിപ്പിക്കണമെന്നോ ഞങ്ങളെ പ്രീച്ചിങ്ങിൻ്റെ ഹ്യൂമിലിറ്റി ഇത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനുള്ള ആകെ 2 പ്രെയർ റിക്വസ്റ്റ് യേശുവിനോട് പറഞ്ഞിട്ടുള്ളൂ. 1, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ. 2, ഞങ്ങളുടെ വിശ്വാസം
ലൂക്കോസ് 17:5 ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ഇനി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഓടും. അവരെന്തിനായി വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചോദിച്ചെന്നറിയാമോ? ലൂക്കോസ് 17:1-4 വരെ പത്രോസ് ഒന്ന് ചോദിച്ചു, കർത്താവേ, സഹോദരൻ പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? 7 മതിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ കുറയ്ക്കുന്ന? 7 അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഭൂതത്തെ ഇറക്കാനുള്ള വിശ്വാസമുണ്ട്, രോഗിയെ സൗഖ്യമാക്കാനുള്ള വിശ്വാസമുണ്ട്. എന്തൊരു മിടുക്കന്മാരെന്നറിയാമോ? ഇവരുടെ കൂടെ പരസ്യത്തിന് വരാത്ത ആരാണ്ടെന്ന് നോക്കി പറഞ്ഞ് ഞങ്ങൾ ആകാശത്തുനിന്ന് എന്ത് കോൺഫിഡൻസ് ഉണ്ടായിട്ട് അവർ യേശുവിനോടൊന്ന് പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ഇറങ്ങുന്നവർക്കറിയാം, തീ ഇറങ്ങുമെന്ന് അറിയാം, പക്ഷേ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. അതിനുള്ള വിശ്വാസം വേണമെന്നാണ് തരുന്നത്. മക്കളെ, രോഗശാന്തിയും ഭൂതശാന്തിയും കണ്ടൊന്നും തുള്ളരുതേ. കൂട്ടു സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമാണ്. ഇൻക്രീസ് അവർ ഫെയ്ത്ത്. അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? അതിന് താഴോട്ടുണ്ട് ബീജത്തിന്. അതിൻ്റെ അടുത്ത 7, 8, 9 വാക്യം വായിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് യജമാനൻ ഒരു ദാസനുണ്ടാകുന്നിരിക്കട്ടെ, അവൻ വയലിൽ ജോലി വൈകുന്നോളം ചെയ്യുന്നു, തിരിച്ചു വരുമ്പോൾ അവൻ യജമാനൻ വിശന്നിരിക്കുന്ന കാണുമ്പോൾ അവൻ കയറി ഡൈനിങ് ടേബിളിൽ ഇരിക്കത്തില്ല, പിന്നെന്ത് ചെയ്യും? എഗെയിൻ ഹി വിൽ ട്രൈ ആൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദ മാസ്റ്റർ. വീണ്ടും യജമാനെ ശുശ്രൂഷിപ്പാൻ അവസരം നോക്കും. അവസാനം അതും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വയലിലെ അധ്വാനം, വേർത്ത് കുളിച്ചാണ് വരുന്നത്, വന്നിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, അവനെ റൈറ്റ് ഉണ്ട്, പക്ഷേ യജമാനനെ എല്ലാം ശുശ്രൂഷിച്ചിട്ട് പിന്നെ ആഹാരം കഴിച്ചുകൊണ്ട് അവൻ പറയുന്നൊരു പദമുണ്ട്, ഞാൻ അപ്രയോജന ചെയ്യേണ്ടത് മാത്രമേ. ഇതാ സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസിങ് ദ ഫെയ്ത്ത്. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തത്വം എന്ന് പറയുന്നത്, അല്ല എന്ത് ചെയ്താലും അല്ലയ്യ എൻ്റെ കടപ്പാട് മാത്രമേ ഉള്ളൂ, ഞാൻ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവിടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഞാനങ്ങ് ഒത്തിരി അധ്വാനിച്ചു, ഞാനങ്ങ് ഓടി, ഞാൻ കാരണം ഇത് എന്ന് പറഞ്ഞ് അഭിമാനിക്കാതെ, ഇതൊക്കെ ചെയ്യേണ്ട കടപ്പാട് മാത്രമേ, ഇന്നും അയോഗ്യൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ഈ 50 വയസ്സുകൊണ്ട് 60 വയസ്സുകൊണ്ട് 70 വയസ്സുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തിനൊത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന കുറ്റബോധത്തോടെ ഇനിയും ഓടാനുള്ള, ഇനിയും പാടാനുള്ള, ഇനിയും പ്രാർത്ഥിക്കാനുള്ള ഒരാവേശം അകത്ത് വരുന്നതാ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മസ്റ്റാർഡ് സീഡ് ഫെയ്ത്തും മൗണ്ടൻ സൈസ് എന്താ പ്രോബ്ലവും. വിശ്വാസം അങ്ങോട്ട് വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ ഇക്വേഷൻ മാറും. ദ മോമെൻറ്റ് യു ആർ ട്രൈങ് ടു മേക്ക് യുവർ ഫെയ്ത്ത് ഇൻക്രീസ്. എൻ്റെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ വിശ്വാസം മലയോളവും അവസാനം പ്രശ്നം കടുകുമണിയോളം എത്തുമ്പോൾ കൈകൊണ്ടങ്ങ് എടുത്ത് കളയാൻ പറ്റും. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുന്നു. സ്വന്തം വിവേകത്തിൽ ഞാൻ ഊന്നത്തില്ല. യഹോവയിൽ എല്ലാ കാലത്തും ഞാൻ ആശ്രയിക്കുന്നു. പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരിക്കുകയാണ്. അവിടെയാണ് മലകളും കാട്ടത്തികളും വേരോടെ പറഞ്ഞു പോകുന്നത്. ഇവിടെ തിമോഥെയോസ് തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത് നിർവ്യാജ വിശ്വാസത്താലാണ്. കളങ്കമില്ലാത്ത, കപടമില്ലാത്ത, വാകൊണ്ടെന്ന് പറയുകയും പ്രവർത്തിക്കുമ്പോൾ വേറൊന്നും ചെയ്യുന്ന വിശ്വാസത്തിലല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇന്ന് രാവിലെ അങ്ങനെ ഒരു ആഴമേറിയ ദൈവാശ്രയത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസം നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ 1ാം തലമുറ 2ാം തലമുറയൊക്കെ വിശ്വാസമുള്ളവരുണ്ടല്ലോ, എന്തോ ഒരു ധൈര്യമായിരുന്നു അവർക്കല്ലേ. പാമ്പ് കടിച്ചാലൊക്കെ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് ആദ്യമേ ഡോക്ടറെ ഇപ്പോൾ പ്രാർത്ഥിച്ചാണല്ലേ. പണ്ട് ബൈബിളിലൊരു വാക്യമുണ്ട്, പ്രൈസ് ദി ലോർഡ് അല്ലേ, തെറ്റിദ്ധരിക്കരുത്, ഞാനും ഭാഷയാണ് പറയുന്നത്. നിങ്ങൾ ഒരുവൻ രോഗിയാണെങ്കിൽ വിശ്വാസത്തിൽ പറഞ്ഞാട്ടെ, ലൈവ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ഒരുവന് പിന്നെ രോഗിയാണെങ്കിൽ മൂപ്പനെ ഫോൺ ചെയ്യുമ്പോൾ മൂപ്പൻ ഐശ്വയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തോടായി പറയുന്നത്. നമ്മൾ എങ്ങനെ വിളിക്കാൻ പറ്റും? എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞല്ലോ, മരുന്ന് പോലും എടുക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാലം മാറി. അതിനെ തെറ്റാണെന്നും ശരിയാണെന്നല്ല പറയുന്നത്. കുടുംബത്തിലെ ഡോക്ടർമാർ, നേഴ്സുമാരുടെ എണ്ണം പെരുകി വരിക, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ദൈവാശ്രയത്തിന് മുകളിൽ വെക്കുന്ന വേറെന്തെങ്കിലും ആശ്രയം ഉണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ റീസോഴ്സസ് ആണോ നാം ഉപയോഗിക്കുന്നത്, അതോ ദൈവത്തിലുള്ള ബന്ധമാണോ? ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ധമനികളിൽ കൂടി രക്തം പ്രവഹിക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ തലയിലെ മുടിയുടെ എണ്ണം അറിയുന്നവന് മാത്രമേ അതിൻ്റെ പ്രവർത്തനക്ഷമത അറിയത്തുള്ളൂ എന്ന വെളിപ്പാടുണ്ടായിരിക്കണം. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ എബിലിറ്റി ഓഫ് ദ ഡോക്ടർ ഓർ ദ നേഴ്സ് ഓർ ദ ട്രീറ്റ്മെൻറ്റ് ഓർ ദ ഫെസിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. അതല്ല സംഭവിച്ചത്. സ്വർഗത്തിലെ ദൈവം പോകട്ടെ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഞരമ്പുകളിൽ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഉദരത്തിൽ ചെന്ന് ദഹനമായി മാറുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമ്മിൽ വർക്ക് ചെയ്യുന്നത് ദൈവകൃപ. ആ വെളിപ്പാടിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിർവ്യാജ വിശ്വാസമാണ് തൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തന്നെ സഹായിച്ചത്. മൂന്നാമത്, തൻ്റെ പ്രതിസന്ധികളുടെ മേൽ താൻ ജയമെടുത്തത് 2 തിമോഥെയോസ് തന്നെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കുഞ്ഞെ, അല്ല മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ അല്ലെങ്കിൽ എൻ്റെ കൈവെപ്പിനാൽ
നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. യു നീഡ് ടു ഫാൻ ഇൻ ടു ഫ്ലെയിം ദ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന ഫാൻ ഇൻ ടു ഫ്ലെയിം. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കിൻഡിലെന്നോ ഇഗ്നൈറ്റ് എന്നൊക്കെ പറയാം. എന്നാലും ആ ഫാൻ ഇൻ ടു ഫ്ലെയിം എന്ന് പറയുന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. സ്റ്റിറപ്പ് എന്നൊക്കെ പറയുന്നത് അതേ ആശയത്തിൻ്റെ അല്പം കൂടെ സൂപ്പർലേറ്റീവാണ്. ഒരു അല്ലേ കൊല്ലൻ്റെ ആലയിലിരിക്കുന്ന കനൽ കഷ്ണം ചക്രം കറക്കി ഊതി കത്തിക്കുന്നത് പോലെ. അപ്പം നീ എങ്ങനെയുള്ള മനുഷ്യനാ? യു ആർ എ മാൻ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ആത്മനിർഭരമുള്ള മനുഷ്യനാണ്. നിനക്ക് എന്തുകൊണ്ട്? കൃപാവരമുണ്ട്. പക്ഷേ ഇത് ജയിക്കണം എന്നുണ്ടെങ്കിൽ നീ അതിനെ ഒന്ന് കത്തിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദൈവസഭ കത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃപാവരത്തെ നാം ജ്വലിപ്പിക്കണം കേട്ടോ. 2024 സ്വപ്നം അങ്ങനെയായി മാറട്ടെ. മോർ ദാൻ ദ പ്രോഗ്രാംസ് ആൻഡ് സ്ട്രാറ്റജീസ് ദ ചർച്ച് ഈസ് പ്ലാനിങ് ടു ഹാവ് ഫോർ ദ 2024. We have an ambition and goal that we want to fan into flame the spiritual gift. ദൈവസഭയുടെ ഒരു സ്വപ്നമായി മാറട്ടെ. ഈ വർഷത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. അങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ വർഷത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി, ഞങ്ങൾ ഉപവസിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് the children should be able to skip one meal and fast with us. ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞ് ഒരു ചടങ്ങിന് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ദൈവസഭ എന്താണ്, ദൈവസഭയുടെ പ്രമാണം എന്താണ്, ദൈവവചനത്തിൻ്റെ ആഴം എന്താണെന്ന് വളർന്നു വരുന്ന തലമുറ ഗ്രഹിക്കട്ടെ. അങ്ങനെ ഗ്രഹിച്ചാൽ കീലും പെട്ടകത്തിൽ കുഞ്ഞിനെ കിടത്തിയാൽ ഒരു വലിയ ഉപകാരമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ അമേരിക്കയിലെ സിസ്റ്റം പറഞ്ഞൊരു 16 വയസ്സ് വരെയൊക്കെ നമ്മുടെ കൺട്രോളിൽ കിട്ടത്തില്ല. ഇവിടെ അത്ര എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരു 18 വയസ്സൊക്കെ ആകുമ്പം ഇവരെ കോളേജിലുമൊക്കെ മറ്റു രാജ്യത്തൊക്കെ കൊണ്ടുവിടേണ്ടവരാണ്. പിന്നെ ദേ ആർ ഫ്രീ ബേർഡ്സ് ആണ്. ഡാഡി മമ്മി എന്നൊക്കെ ഫോൺ ചെയ്തേക്കും, ബട്ട് ദേ ആർ ഫ്രീ ബേർഡ്സ്. പക്ഷേ 3 മാസം കഴിയുമ്പോൾ കീലും പശിയും തേച്ച പെട്ടകത്തിൽ കിടത്തി നീല നദിയിൽ, ചീങ്കണ്ണികളുള്ള നീല നദിയിൽ ഒഴുക്കി വിട്ടാലും അവൻ കറങ്ങിത്തിരിഞ്ഞ് ഉപദേശമായിട്ട് വീട്ടിൽ വരും. അത്ര പേർക്ക് വിശ്വാസമുണ്ട്? 40 വർഷം കഴിഞ്ഞാണെങ്കിലും ഇസ്രയേലിൻ്റെ നായകനായി അവൻ മടങ്ങി വരണമെങ്കിൽ വെള്ളം കയറാത്ത പെട്ടകത്തിൽ തലമുറയെ കിടത്തുവാനുള്ള തീരുമാനം എടുത്തോണം. അല്ലല്ലയ്യ, ഞാൻ കാരണം ഒരു അശുദ്ധി ഇതിനകത്ത് കയറത്തില്ല. മിസ്രയേലിൻ്റെ ആധിപത്യങ്ങൾ ഈ പെട്ടകത്തിനകത്ത് കയറാതെ വചനവും ആത്മാവും കൊടുത്ത് ഞാൻ ഇവനെ വളർത്തും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുള്ള മാതാക്കൾ അത് ജ്വലിപ്പിച്ചാട്ട്. അല്ലല്ലേ, അടുത്ത പ്രവാചകനെ തപ്പിപ്പോകാതെ നിന്റെ കുടുംബത്തിനകത്ത് സഹോദരി നീ പ്രവചിച്ചു തുടങ്ങ്. ദൈവദാസ, സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ബോൾഡ്ലി. അതായിരിക്കട്ടെ പ്രവചനവരം. ഇന്ന് പകൽക്കാലം കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് യു ബിഗിൻ ടു പ്രൊഫസൈ. നിങ്ങൾ പ്രവചിച്ചു തുടങ്ങണം. ഇവനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങളുടെ കുഞ്ഞിനെ മാർവോട് ചേർത്ത് പിടിച്ച്, നിങ്ങളുടെ മകളെ മാർവോട് ചേർത്ത് പിടിച്ച്, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഉദരത്തിൽ കരം വെച്ച് ഭാര്യയും ഭർത്താവും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. ദൈവസഭ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ഞങ്ങളുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന ദിവസങ്ങളാ. എൻ്റെ ശരീരം ബലഹീനമാണ്, എൻ്റെ കൾച്ചറിന് പ്രോബ്ലമുണ്ട്, എൻ്റെ ലാംഗ്വേജിന് പ്രോബ്ലമുണ്ട്, എൻ്റെ പ്രതിസന്ധികളുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് ഭയമുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ അതിനെ ജയിക്കാൻ പോകുക. വൈഡമാന. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവൻ കരുത്തുള്ളവനാ. ആത്മാവിൽ നിറഞ്ഞവർ കരുത്തുള്ളവരാ. ഭയത്തെ തോൽപ്പിക്കുന്ന ഒരു നിറവ്, ഭീതിയെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവസഭയിൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദൈവസഭയെ ആത്മാവിൽ ആരാധിക്കുന്ന സഭയാണ്. I was so delighted when I stepped into the place. കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞാൽ ഞങ്ങളാരും ഒന്നും പറയണ്ട, നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിക്കണമെന്ന്. അല്ല, വേർ ദർ ഈസ് സ്പിരിറ്റ് ദർ ഈസ് ഫ്രീഡം. എവിടെ ആത്മാവുണ്ട് അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ദൈവമക്കളെ ഒരു റെസ്ട്രിക്ഷനുമില്ല. ഈ രാജ്യത്ത് ഇത്രയും സ്വാതന്ത്ര്യം ദൈവം തന്നുവല്ലോ, അത് ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. മറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ കണ്ടുകളിൽ അത് എന്തിനേറെ പറയും. നമ്മുടെ സ്വന്തം രാജ്യത്ത് നോർത്ത് ഇന്ത്യയിൽ പോലും അല്ലല്ലേ, ഐ വിസിറ്റ് ഓൾമോസ്റ്റ് 8 സ്റ്റേറ്റ് എവരി ഇയർ. ഈ പോകുന്ന സ്ഥലത്തൊന്നും പരസ്യമായി പ്രസംഗിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റിയാൽ വാതിലുകൾ അടയുന്നതിന് മുമ്പ് റേഷബന റഖനബദരാധകന എന്ന പകൽക്കൽ ലഭിച്ച ഈ അവസരം തക്കത്തി പ്രയോജനപ്പെടുത്തിയാട്ട്. മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. ലഭിച്ച അവസരങ്ങൾ ഹല്ലേലൂയ, റെഡീം ദ ടൈം. ഹല്ലേലൂയ, സമയം തക്കത്തിൽ ഉപയോഗിച്ചാട്ട്. വെള്ളിയാഴ്ച വരുമ്പോൾ ഹല്ലേലൂയ ആവോളം കൈയടിക്കാമോ അത്രയും കൈയടിച്ചാട്ട്. ഉച്ചത്തിൽ അലറിക്കരയാമോ അത്രയും അലറിക്കരഞ്ഞാട്ട്. ഹല്ലേലൂയ, പരിസരം മറന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന കാലഘട്ടമായി ദൈവസഭ മാറട്ടെ. ശരബല റഖനബരാധകല ഫാൻ ഇൻ ടു ഫ്ലെയിം. ഇന്ന് പകൽക്കാലം മങ്ങിപ്പോയ ആത്മവ്യാപാരത്തെ ഒരിക്കൽ കൂടെ ആളിക്കത്തിച്ചാട്ട്. ഞങ്ങൾ രോഗത്തിന്റെ പേര് പറഞ്ഞാണോ കൈയടിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. കൈയടിക്കണം നിർബന്ധം. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞാൻ വളർന്നതും കേട്ടതുമായ
ഹല്ലേലൂയ. ആത്മീയ സംസ്കാരം, പെന്തിക്കോസിൻ്റെ സംസ്കാരത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനതയാണോ? ആ ബലഹീനത വെച്ചാൽ കൈയടിച്ചു. ഹല്ലേലൂയ. നിന്ന കേട്ടിട്ടാണ് മനസ്സുമെടുത്തിരിക്കുന്നത്, അതങ്ങ് വെച്ച് കൈയടിച്ചോ. ഇന്ന് പകൽക്കാലം അകത്തൊരു ശക്തി വരും. അല്ലല്ലേ, പടക്കുതിരയെ പോലെ വീണ്ടും നിങ്ങൾ പായും. പ്രൈസ്. കാരണം അതിനുള്ള മരുന്ന് ദൈവത്തിൻ്റെ പക്കലുണ്ട് ദൈവദാസ. ഹല്ലേലൂയ. ഏലിയാവ് ചൂരച്ചിടിയുടെ കീഴിൽ, നിങ്ങൾക്ക് ഈ അറിയാവുന്ന കഥ പറയുമ്പോൾ സന്തോഷമല്ലേ? പക്ഷേ വ്യത്യസ്തമായി ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. ചൂരച്ചിടിയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ കൊതിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കയെ വിട്ട് എന്ത് കൊടുക്കാം? അപ്പം കൊടുക്കാം, ഇറച്ചിയും കൊടുക്കാം. പക്ഷേ ഈ പ്രശ്നത്തിന് അത് പരിഹാരമല്ല. ആഹാബിൻ്റെ മുമ്പിൽ പ്രസംഗം കഴിയുമ്പോൾ കാക്ക കൊടുക്കുന്ന ഈ അപ്പവും ഇറച്ചിയും കൊണ്ട് വയറ് നിറയ്ക്കാം. അല്ലെങ്കിൽ താൻ 3 വർഷം താമസിച്ച വിധവയുടെ വീട്ടിലെ മകൻ ഇപ്പോൾ വലുതായിട്ടുണ്ടല്ലോ, അവൻ അവിടെ മാവുണ്ടല്ലോ, ദോശ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. പക്ഷെ അവൻ വന്നാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇന്നത്തെ പ്രതിസന്ധിക്ക് മനുഷ്യൻ്റെ കൈ തൊടാത്ത അട വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ അടുക്കളയിൽ ചുടാത്ത അപ്പം നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ അടയുമായി നിൻ്റെ ആദരത്തിൽ വെച്ച് കൊടുക്കുവാൻ അവിടുത്തെ വെള്ളവുമായി ഇറങ്ങി വരുന്നൊരു ദൈവത്തെ അറിയാമെങ്കിൽ ഇന്ന് പകൽക്കാലം നിൻ്റെ ബലഹീനത അറിയുന്ന ദൈവം, നീ കിടക്കുന്ന സ്ഥലം അറിയുന്ന ദൈവം, നീ ഇരുന്നു പോയ സാഹചര്യം അറിയാം, നീ പറഞ്ഞ നിരാശ അറിയുന്ന ദൈവം, നിന്റെ ആദരത്തിൽ വെക്കേണ്ട അട ഏതാണെന്ന് ദൈവത്തിനറിയാം. ആ വചനം, ആ ദൂത്, receive that miracle in Jesus' name. Receive that miracle in Jesus' name. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന അധികാരത്തിൽ ഞാൻ പറയുന്നു. I can see that. I can feel that when I preach here. ഇവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. 2 റിപ്പോർട്ടുകളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഇസബേൽ എഴുതി തയ്യാറാക്കി തന്നിരിക്കുന്ന ടുമോറോ ബൈ ദിസ് ടൈം, വിത്തിൻ 24 hours, നാളെ ഈ നേരത്തിനകം ഒരു തല നിനക്കിനി ഉണ്ടാകുകയില്ല. അർത്ഥം, ഇനി നീ പ്രവചിക്കത്തില്ല, ഇനി നീ പാടത്തില്ല, ഇനി ഒരു പ്രാവശ്യം കൂടെ കർമ്മയിൽ നീ കയറത്തില്ല, ഒരു പ്രാവശ്യം കൂടെ ബാലിനെ നീ വെല്ലുവിളിക്കത്തില്ല എന്ന് പറയുന്ന ഒരു രേഖ ഇപ്പുറത്ത് 24 hours. അതിൻ്റെ അപ്പുറത്ത് ഐ സി ആൻ ഓവർ റൈറ്റിംഗ്. ഇന്ന് പകൽ ഞാനൊരു തിരുത്ത് ഞാൻ കാണുന്നു. അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണ്. അല്ല, ഏറിയ ദൂരം ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനെ ഇന്ന് പകൽ ദൈവം തിരുത്തി എഴുതുന്നത് ഞാൻ കാണുന്നു. ഏറിയ ദൂരം 30 ദിവസത്തെ അവധികളെ വെട്ടിമാറ്റിയിട്ട് ഏറിയ ദൂരമെന്ന ഒരു ശബ്ദം. അതിൻ്റെ അളവ് എനിക്കറിയത്തില്ല. അത് 100, 50, 1000 നാളെയോ ആയിക്കൊള്ളട്ടെ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, the journey is too far for you, the journey is too great for you. ഏറിയ ദൂരം. അത് നിന്റെ കുടുംബത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ്, 6 മാസം, 5 മാസം, അല്ല 1 വർഷം ജീവിതത്തിലെ പ്രതിസന്ധികൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി നീ പ്രസംഗിക്കത്തില്ല, ഇനി പാടത്തില്ല, ഇനി ഒരു പ്രാവശ്യം പോലും സഞ്ചരിക്കത്തില്ല. പിശാചിൻ്റെ പദ്ധതികളെ വലിച്ചു കീറുന്ന ശബ്ദം ഞാൻ ആത്മാവിൽ കേട്ടു. ദൈവം പറഞ്ഞു, ഏറിയ ദൂരം. എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്നാണെങ്കിൽ അവസാനം, താങ്ക് യു ജീസസ്. പക്ഷേ ഏറിയ ദൂരം എന്ന വാചകം അത് വചനമായി വെളിപ്പാടായി ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് കൊത്തിവെച്ചപ്പോൾ ഇന്നും അത് ചെവിക്കകത്ത് മുഴങ്ങുന്നു. മനുഷ്യൻ എഴുതിയ പരിമിതികളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആത്മാവ് നിന്നെ നടത്തുന്ന രാത്രിയാണ്, പകൽക്കാലമാണ്. എത്ര പേര് സ്തോത്രം പറയും? ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഓവർടേക്ക് ചെയ്യുന്ന പകലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. റിലീസ് ദ പീപ്പിൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവദാസി, ഏത് മരുഭൂമിയിൽ നീ മരിക്കുമെന്ന് പറഞ്ഞോ, തിരിച്ച് അതേ മരുഭൂമിയിൽ കൂടി ഓടുന്ന ഏലിയാവ് 3 പേരെ അഭിഷേകം ചെയ്തു. ശാഫാത്തിൻ്റെ മകനായ ഏലിശയെ, അല്ലെങ്കിൽ യേഹുവിനെ, പ്രൈസ്രലിയ ഒക്കെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ഈ കരങ്ങളെ ഉപയോഗിച്ചു. മതി എന്ന് പറഞ്ഞ ആദരം കൊണ്ട് ഇനി നീ പാടും, മതി എന്ന് പറഞ്ഞ ആദരം കൊണ്ട് ഇനി നീ പ്രസംഗിക്കുമെന്ന്, ഇനി നീ ഓടുവെന്ന്. ഇത് അവസാനമെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്ത് ഇന്ന് പകൽ ആത്മാവിൽ ഒരു പുത്തേ ആരംഭം കുറിക്കുവാൻ. താങ്ക് യു ജീസസ്. ഐ ക്യാൻ സീ ദാറ്റ് ഓവർ റൈറ്റിംഗ്. ദൈവം ഇത് തിരുത്തി എഴുതാൻ പോകുക.
ഹാമാൻ്റെ രേഖകളെ ദൈവം തിരുത്തി എഴുതിയില്ലേ? 30 ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് കലണ്ടർ മടക്കി വെച്ച എസ്തേറിന് വേണ്ടി 27 ദിവസത്തെ വെട്ടിക്കുറച്ച ദൈവമല്ലേ നമ്മുടെ ദൈവമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഏത് പ്രശ്നമാണെങ്കിലും ഇന്ന് പകൽക്കാലം എന്തോ എനിക്കറിയത്തില്ല, ഞാൻ പറയാൻ വന്നല്ല ഇപ്പോൾ പറയുന്നത്, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ ചില അവധികളെ സ്വർഗം വെട്ടിത്തിരുത്താൻ പോകുക. വാട്ട് എവർ ഇറ്റ് മേ ബി അല്ല, ഇറ്റ് മേ ബി ഫിനാൻഷ്യൽ പ്രോബ്ലം, സ്പിരിച്വൽ ആസ്പെക്ട്, ഫിസിക്കൽ ഫീലിംഗ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ചില അവധികളെ ദൈവം തിരുത്തി എഴുതുന്ന പകലാണ്. ബി റിഫ്രഷ്ഡ്, ഫാൻ ഇൻടു ഫ്ലെയിം. കൃപാവരം ജ്വലിപ്പിച്ചാട്ടെന്ന്, അധികാരം ജ്വലിപ്പിച്ചാട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടട്ടെ, ദർശനം വീണ്ടും കത്തട്ടെ. ഹല്ലേലൂയ. അടബല രഖാര ബലം ധരാദിയ. ഹല്ലേലൂയ. ഇത്രയും പ്രതിസന്ധിയുള്ള ഒരു കൊച്ചു മനുഷ്യൻ, ശരീരം ബലഹീനമാണ്. ഹല്ലേലൂയ. സാംസ്കാരിക പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭയവും ഭീരുത്വമുള്ളവനാണെങ്കിലും ആത്മാവിൽ ജ്വലിപ്പിക്കാൻ തീരുമാനിച്ചു കൃപാവരത്തെ. ഹല്ലേലൂയ. ഒരിക്കൽ കത്തിയത് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടൊന്നും ചോർന്നു പോകരുത്. ഇവിടെ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയവരാണെങ്കിൽ നിറഞ്ഞ ആത്മീക ജീവിതം. ഹല്ലേലൂയ. ഈ ബഹ്റിനിലുള്ള അസംബ്ലി സമൂഹത്തോട് പറയുവാൻ ഉള്ള ഒരു സന്ദേശം ഇതാണ്: വരും ദിവസങ്ങളിൽ ആരും നിങ്ങളെ പ്രേരിപ്പിക്കാതെ ആത്മാവിൻ്റെ അഗ്നി ഇവിടെ കത്തണം. ചില ആഴ്ചകളിൽ ദൈവദാസൻ പ്രസംഗിക്കേണ്ടി വരത്തില്ല. ചില പ്രോഗ്രാമുകൾ പാട്ടുകാർക്ക് പാടാൻ പോലും അവസരം വെക്കാറില്ല. ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ മൈ ചർച്ച്. യു ക്യാൻ വാച്ച് ഓൺലൈൻ. ഹല്ലേലൂയ. അവിടെ ഉണ്ടല്ലേ കർത്തൃമേശ നടക്കുമ്പോൾ പിന്നെ 2.5 മണിക്കൂർ നിർത്താതെ ആരാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് സോങ്സുകളിൽ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പ്രസംഗം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. എന്താ കാരണം? പരിശുദ്ധാത്മാവ് കയ്യിലെടുത്താൽ മതി. പിന്നെ എനിക്ക് അടുത്ത പ്രോഗ്രാം ഉണ്ടെന്നും പറയണ്ട. ഇന്ന് പകൽക്കാലം ഈ ചർച്ചിനും അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ബിലീവ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഫാൻ ഇൻ ടു ഫ്ലെയിം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആളി കത്തിക്കണം. ഹല്ലേലൂയ. 4ാമത് തൻ്റെ പ്രതിസന്ധികളെ അവൻ അതിജീവിച്ചത് 2 തിമോത്തിയോസ് 3:14-15 കൂടെ ഞാൻ വായിക്കുന്നു. 2 തിമോത്തിയോസ് 3:14-15. നീയോ ഇന്നവരോടെ പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്തിനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുകയും ചെയ്ത തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും പഠിക്കുകയും ചെയ്തതിൽ നിലനിൽക്കാം. ഇപ്പോൾ ചെറുപ്പം മുതൽ ദൈവവചനത്തോടൊരു ആർത്തിയായിരുന്നു ആർക്ക്? തിമോത്തിയോസിനോട്. പ്രൈസ് ദി ലോർഡ്. ബാല്യം മുതൽ പഠിക്കുകയും അറിയുകയും ചെയ്തതിൽ ഇനി നിശ്ചയം പ്രാപിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രസംഗത്തിന് വല്ല കുറവുണ്ടായിട്ടാണ്. ഇത് ഓൾമോസ്റ്റ് 40 years യു ആർ ഹിയർ, നോ? 40+ മോർ ദാൻ ദാറ്റ്. പ്രൈസ് ഗോഡ്. അല്ലേ? എൻ്റെ അറിവിൽ തന്നെ 13 ഉണ്ട്. കാരണം ഞങ്ങൾ 5-ൽ ഇരുന്ന സമയത്ത് 13 years കഴിഞ്ഞു. അന്നേ ചോദിച്ചാൽ ഇവിടെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ എത്രയോ വർഷം എത്രയോ പാസ്റ്റർമാർ, വിസിറ്റിംഗ് പാസ്റ്റർമാർ ഇവിടെ വന്നു പോകുന്നു. എണ്ണമില്ലാത്ത സംഖ്യ, വലിയൊരു സാക്ഷികളുടെ സമൂഹം. എന്നിട്ടും നിങ്ങൾ ഇതൊക്കെ നിശ്ചയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. ഇതിനെല്ലാം ഈ മതിൽ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വലിയ പ്രയോജനം ചെയ്യത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച പ്രസംഗം എന്താ? പ്രൈസ് അല്ലേ? വെള്ളിയാഴ്ച നിങ്ങളുടെ ഭാഷയെ പറഞ്ഞു. എത്ര കേട്ടാലും അധികം കേൾക്കുന്നവർ എന്താ കേട്ടില്ല? അധികം ലഭിച്ചവനെ അധികം അടി കൊള്ളുമെന്നാണ്. അങ്ങനെ തല്ല് കിട്ടല്ലെന്ന് ഓർത്തെങ്കിലും പ്രൈസ് ദി ലോർഡ്, വചനത്തിൽ ഉറച്ച് നിലനിൽക്കണം. പക്ഷെ ഒന്നും കൂടെ പറയുന്നു, വചനം പഠിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് ലിസൺ ടു മീ. ഇവരൊക്കെ ഇങ്ങനെ നീ കുസൃതിയോട്ടൊക്കെ വലിയ ഇഷ്ടം. ഒരു കുസൃതിയോടെ വളർന്നു വരും. കാരണം ഇതിനെക്കാട്ടി നമ്മളെന്തായിരുന്നു? കുസൃതിയായിരുന്നു. നമ്മുടെ പേരൻസിന് ഒരു കുഴപ്പമുണ്ട്. 1:30 അല്ലേ പാസ്? 1:30 അല്ല അതിനോട് പറഞ്ഞേ? ഓക്കെ. സമയം നിർത്താറായി, ഒരു കുഴപ്പമില്ല. നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്ത് പറഞ്ഞാട്ടാ ആ വാക്ക്? എനിക്കറിയത്തില്ല. എന്ത് പറഞ്ഞേ? ഭയങ്കര വിഷമമാണ്. അങ്ങനെ വിഷമം വരുമ്പം ആ പെട്ടി തുറന്ന് SST ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. അന്ന് പ്രശ്നം തീരുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ബ്രദർ എന്നെക്കാട്ടി 10 വയസ്സിനുള്ളതാണ്. അവൻ IBM ഒരു സീനിയർ എഞ്ചിനീയറാണ്. അവൻ പ്രീ ഡിഗ്രിക്ക് തോറ്റപ്പോൾ എൻ്റെ ഫാദർ ഭയങ്കര സോഷ്യലാണ്. പുള്ളി പറഞ്ഞു, അവനെ ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂരിൽ നിന്ന് തോറ്റല്ലോടാ, നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന്. അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് അവൻ ഏറ്റവും നല്ല നിലയിലെത്തി. ഞാൻ പറഞ്ഞത് ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ, 2 മാർക്ക് കുറഞ്ഞാലൊന്നും ഭാവി പോത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സാമാന്യവും പഠിപ്പുമില്ലാത്ത എത്രയോ പേരെയാ ദൈവം കൈപിടിച്ചുയർത്തിയത്. ഹാലിൽ ഇവിടെ നിന്ന് നോക്കിയാട്ടെ, നിങ്ങളുടെ ആ എക്സലൻസി കൊണ്ടാണോ നിങ്ങൾ ഇതുവരെ എത്തിയത്? നിങ്ങളുടെ കഴിവ് കൊണ്ട് വല്ലതും ആണോ എന്ന്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മിടുക്കൊണ്ട് വല്ലതും ആണോ? കയ്യിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലമൊന്നും അല്ലല്ലോ, ദൈവകൃപയല്ല ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളും പറയണം, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട്. വല്ലപ്പോഴും ഒക്കെ നാട്ടിലൊക്കെ പോകും. ഞാനൊരു 4 പ്രാവശ്യമെങ്കിലും ഇന്ത്യ യാത്ര ചെയ്യും.
ഒരു വർഷം ഹല്ലേലൂയ. നാട്ടിലൊക്കെ പോകുമ്പോഴൊന്ന് പറയണം. ഞാൻ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ബാംഗ്ലൂർ പട്ടണത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് പറയും, കർത്താവേ ദൈവം നടത്തിയ വഴികൾ, സമ്പത്തിൻ്റെ കാര്യമൊന്നല്ലേ പറഞ്ഞു വരുന്നത്, ദൈവം നടത്തിയ വഴികൾക്കായി സ്തോത്രം. ആയിരങ്ങൾക്ക് അപ്പുറത്ത് ദൈവം സഹോദര നിന്നെ മാനിച്ചെങ്കിൽ ഇന്ന് കണ്ണുനീരോടെ നന്ദി പറഞ്ഞോണം. നടത്തിയ വഴികൾക്ക് സ്തോത്രം. ഇവിടെ പറഞ്ഞു വരുന്നത് ബാല്യം മുതൽ അറിഞ്ഞ തിരുവെഴുത്തുണ്ടല്ലോ, ആർത്തി ഇന്ന് രാവിലെ വചനത്തോടെ ആർത്തി കൂടട്ടെ. എത്ര നാളായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരുന്ന് വചനം വായിച്ചിട്ട്? വി ആർ സാച്ചുറേറ്റഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മെസ്സേജ് വി ഹിയർ ഫ്രം ദ പുൽപിറ്റ്. നല്ല കാര്യം. പ്രസംഗത്തിലല്ല നിങ്ങൾ വളരേണ്ടത്, അതൊരു എൻകറേജ്മെൻറ്റ്, എഡ്യൂക്കേഷനാണ്. നിങ്ങൾ വളരേണ്ടത് യു നീഡ് ടു ബി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിനകത്ത് നിങ്ങൾ ഇറങ്ങണമെന്ന്, വേരൂന്നണം. അയ്യോ ദൈവമക്കളെ, ഒരു അധ്യായം വായിച്ചാൽ മതി. ഒരു വർഷം ഞാൻ 40 പ്രാവശ്യം ബൈബിൾ വായിച്ചാൽ നമ്മുടെ കണക്കൊന്നും പറയണ്ട, വായിക്കാൻ പറ്റിയ കൊള്ളാം. ഒരു വാക്യമേ വായിച്ചുള്ളെങ്കിലും ഹൃദയത്തിൻ്റെ മാംസപ്പലകിലേക്ക് അതങ്ങോട്ട് ഇറങ്ങണം. കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. Psalm 119:11. ഹല്ലേലൂയ. I have kept thy word in my heart that I might not sin against you. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്തോ ഉണ്ട് സ്വത്ത്, നിൻ്റെ വചനത്തെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നു. ഈ മെമ്മറി വേഴ്സിനൊക്കെ നിർബന്ധിച്ച് പഠിപ്പിച്ചാലും വേണ്ടിയില്ല, പഠിക്കട്ടെ 10 പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൻ്റെ മാംസപ്പലകിൽ വചനമുണ്ടെങ്കിൽ യോശുവോട് പറഞ്ഞ പോലെ സ്പീക്ക് ദ വേർഡ്, അല്ലെങ്കിൽ ഡിക്ലെയർ ദ വേർഡ്, വോക്ക് ഇൻ ദ വേർഡ്. അങ്ങനെ വചനം ഹൃദയത്തിലുണ്ടാകട്ടെ. യഹൂദന്മാരെ നമ്മൾ കുറ്റമൊക്കെ പറയും. പഴയ കാലത്തെ പരീക്ഷന്മാരൊക്കെ നെറ്റിയിലൊക്കെ വചനം നെറ്റിയിൽ എഴുതി വെക്കും, കയ്യെ കെട്ടും, കാലിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട, പ്രൈസ് ദി ലോർഡ്. 4 ആദരത്തെങ്കിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിലുള്ള നിശ്ചയമാണ് അവൻ്റെ പ്രതിസന്ധി ജീവിച്ചത്. ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയൊക്കെ താൻ ചെയ്തപ്പോൾ ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് 3 കാര്യം കൂടെ പറയുമ്പോൾ എൻ്റെ സമയം അവസാനിക്കും. 2 തിമോത്തിയോസ് 1:7. Now you may be a man of timidity, a man of fear. നീ ഇപ്പോൾ ഭയമുള്ളവനായിരിക്കാം, പക്ഷെ നിനക്ക് കിട്ടിയ അഭിഷേകത്തിൻ്റെ വലിപ്പം നീ അറിയണം. You have not received the spirit of timidity, but of sound, powerful, strong spirit. നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് നിർത്തിയോണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. അഭിഷേകത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നത് ഈ അഭിഷേകം. ഹല്ലേലൂയ. ഒരു ബാല്യക്കാരുടെ മുമ്പിൽ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ, അല്ലല്ലേ, മറ്റൊരുത്തനും രക്ഷയില്ല, നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞത് ഈ ശക്തിയുടെ ബലത്തിലാണ്. ഇന്ന് പകൽക്കാലം ആത്മാവ് നിങ്ങളെ വ്യത്യസ്തരാക്കി മാറ്റും. ഈ കാലഘട്ടത്തിൽ ഒന്ന് പ്രയോഗിച്ച് നോക്കിയാട്ട്. ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ അകത്തൊരു 4 അന്യഭാഷ പറഞ്ഞു. നിങ്ങളുടെ ആദരത്തിൻ്റെ ബലം നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ഈ ആത്മശക്തിയുടെ വലിപ്പം അറിയണം. 2 തിമോത്തിയോസ് 2:7. ഗോഡ് വിൽ ഗിവ് യു വിസ്ഡം. കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ. നീ പേടിക്കണ്ട, നിനക്ക് ബുദ്ധിയില്ലെന്ന് ഓർത്തോണ്ട് എന്ത് ചെയ്യണമെന്ന് ഭയപ്പെടണ്ട. കർത്താവ് ബുദ്ധി തരുമെന്ന്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പ്രൈസ് ഗോഡ്. ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളിൽ സ്കൂളിൽ പോയിട്ടുള്ള ഒറ്റ ഒരാളെ ഉള്ളായിരുന്നു. ആരാ പറഞ്ഞാട്ടെ? മോശ. ബാക്കി എല്ലാവരും, കാരണം അടിമത്തരുടെ മക്കളായിരുന്നു, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. മോശ മാത്രമേ ഉള്ളൂ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സമർത്ഥനായിരുന്നു. പുള്ളിക്ക് മാത്രമേ ഉള്ളൂ കൊട്ടാരത്തിലാണ് സ്കൂളിൽ പോയി. ബാക്കി എല്ലാ മക്കളും അടിമകളുടെ മക്കളായിരുന്നു. ഒരുത്തിനും പോയിട്ടില്ല സ്കൂളിൽ. പക്ഷേ ഒരു സമാഗമന കൂടാരം പണിയാൻ പറഞ്ഞപ്പോൾ ശലോമോൻ പണിത ദേവാലയത്തേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു സമാഗമന കൂടാരം പണിയണമെങ്കിൽ. കാരണം അത്ര പ്രസിഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫോൾഡബിൾ ആൻഡ് ഏബിൾ ടു ക്യാരി. വിശ്വാസം കറക്റ്റ് അല്ലേ? മറ്റേ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കെട്ടിടം പോലല്ല. ഇത് കൊണ്ടുപോകണം, പലരാ ചുമക്കുന്നത്, പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കണം. നമ്മളൊക്കെ ഫിറ്റ് ചെയ്ത 4 നട്ട് മിച്ചം വന്നേനെ. അങ്ങനെ വരാതെ കെഹാത്യരും രൂപേന്യരും അഹരോന്യരും ഒക്കെ ചുമക്കേണ്ട ഓരോന്നുണ്ട്. ഒരുത്തൻ പോള് ചുമക്കും, ഒരുത്തൻ തിരശീല ചുമക്കും, വേറൊരുത്തൻ വിളക്ക് ചുമക്കും. കൊണ്ടുവെക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? അങ്ങനെ ഇരിക്കണം. അങ്ങനെ പണിയാൻ ആളിനെ തിരക്കണം. ആകെ പണി അറിയാതെ എന്തെങ്കിലും ബോധമുള്ള ആരേ ഉള്ളൂ? മോശമുള്ളൂ. ദൈവം പറഞ്ഞു, നീ എന്തിനായി വിഷമിക്കുന്നത്? ഞാൻ ഒഹേലിയാബിനെ കണ്ടിട്ടുണ്ട്, ബെസലേലിനെ കണ്ടിട്ടുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധി അങ്ങ് മാറാൻ പോവുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ, കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ. കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് ഞാൻ പഠിക്കാൻ അവളെ വിട്ടു,
കർത്താവെ അവനെ വിട്ടു, അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഹി കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ഓൾ ദ സിസ്റ്റംസ് ഓർ സിലബസ് ദെയർ, അത് പഠിക്കാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, കോഴ്സിന് ചേർന്ന് പോയി പാസ്റ്റങ്ങളെ, ഐ കനോട്ട് സ്കിപ്പ് ദാറ്റ്, മൈ മമ്മി ആൻഡ് മൈ ഡാഡി അങ്ങനെ പറയുന്നുണ്ട്. കാലെ കൈവച്ച് ഈ വാക്കാ പറയുന്നത്, കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആർക്കും ഒക്കെ ദൂത് പറയുവാൻ പരിശുദ്ധാത്മ പറയുന്നു. ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് കൈ ഉയർത്തി നിങ്ങൾ പറഞ്ഞാട്ട്, മോനെ കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ. അല്ലല്ലോ, ഈ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് ബുദ്ധി തരുമല്ലോ, ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ ദൈവം എനിക്ക് ബുദ്ധി തരുമല്ലോ, സഭയെ നടത്തുവാൻ ദൈവം എനിക്ക് ജ്ഞാനം തരുമല്ലോ, സമാധാനം കൂരണം പണിയുവാൻ അടിമകളുടെ മക്കളായ 2 പേരെ ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറഞ്ഞിട്ട് ഫ്രം ദ പിൻ ടു ദ പില്ലർ ഓഫ് ദ ചർച്ച് ഗോഡ് എനേബിൾഡ് ദം ടു ബിൽഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. അങ്ങനെ ദൈവം കൊടുത്തുവെങ്കിൽ ഏറ്റവും മനോഹരമായി ചിലത് പണിയുവാൻ ചില കൈകളെ ഇന്ന് രാവിലെ ദൈവം ബലപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. അവസാനമായി നമ്മൾ വായിച്ച വാക്യം അതാണ്, എൻ്റെ മകനെ. മൂന്നാമത് ദൈവം പറഞ്ഞു, പേടിക്കണ്ട. 2 തിമോഥെയോസ് 2:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ എന്ത് ചെയ്യുക? ശക്തിപ്പെടുക. ഇതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ദൈവം തന്നെ കൃപ തന്നിട്ടുണ്ട്. ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്. 5 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2, നീ വിശ്വസ്തന്മാരെ ഇത് ഭരമേൽപ്പിക്കുക. 3, നാം വായിച്ച കുറിവാക്യം, ക്രിസ്തുവേശുവിൻ്റെ നല്ല പഠനം നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. 4, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. 5, ചട്ടപ്രകാരം പോരാടിയാൽ കിരീടം കിട്ടും. ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് തലതിരിച്ച് പറയാൻ പോവുകയാണ്. ഓർഡർ തെറ്റിച്ച് പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. 5-ാം വാക്യം തൊട്ടാണ് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൈസ് കൊടല്ലിയ. നിങ്ങളിൽ ചട്ടപ്രകാരം പോരാടുമ്പോൾ പല ജീവനകാര്യങ്ങളിലും ഇടപെടാൻ പറ്റത്തില്ല. അങ്ങനെ ജീവനകാര്യങ്ങളിലല്ലേ ഇടപെടാതിരിക്കുമ്പോൾ ആർക്കുമില്ലാത്ത കഷ്ടം നിങ്ങൾക്കുണ്ടാകും. അപ്പം സ്വർഗം തരുന്ന അറ്റസ്റ്റേഷനാണ് യു ആർ എ ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് ഓഫ് ഗോഡ്. അല്ലല്ലേ, അവിടെ പിടിച്ചു നിൽക്കാൻ മകനെ എൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. എല്ലാ കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം അയോഗ്യതയുടെ കൂമ്പാരം സർട്ടിഫിക്കറ്റായി കൊണ്ട് നടന്നവനെ തൻ്റെ യുദ്ധസേവയ്ക്കായി ദൈവം വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ അയോഗ്യതയെ ദൈവം മാന്യതയാക്കി മാറ്റിയിട്ട്, പ്രൈസ് കൊടലിയ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയും അടിയുറച്ച ഉലയാത്ത വിശ്വാസവും, പ്രൈസ് കൊടലിയ ദൈവകൃപയുടെ ജ്വലനവും വചനത്തിൻ്റെ വെളിപ്പാട് നിമിത്തം ആരൊക്കെയോ തങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് ആത്മാവിൽ കണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. റീബാരബ ഷഭരാധകന വൈഡമനാഥകന. ശാരീരിക ബലഹീനതകളും മാനസിക പീഡകളും കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഒരുമിച്ച് പിടിച്ചമർത്തിയിട്ട് ഇതിനപ്പുറത്ത് വഴിയില്ല, മാർഗമില്ലെന്ന് എഴുതി വെച്ച പ്രശ്നങ്ങളെ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ അതിജീവിക്കുന്നത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. അവിടെ കർത്താവിൻ്റെ കൃപ ഇന്ന് രാവിലെ പെയ്തിറങ്ങാൻ പോകുക. മഞ്ഞ് പെയ്യുന്ന പോലെ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സഭകളുടെ മേൽ ദൈവത്തിൻ്റെ മഞ്ഞും മഴയും ഇന്ന് പകൽ ദൈവം അയക്കുന്ന പകലായി മാറട്ടെ. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ യാത്ര നിങ്ങൾ സൗഖ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. കർത്താവിൻ്റെ വരവോളം സഭ ഇവിടെ നിൽക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. എല്ലാ ഭീതികളും നിരാശകളും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്ന പകലായി മാറട്ടെ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെയും സഭയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.